Hi students, welcome to the session. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിക്കറൻസ് റിലേഷൻ. നിങ്ങളുടെ സീരീസ് 2 എക്സാം ഉടനെ വരുന്നുണ്ട് അല്ലേ? സീരീസ് 2നും യൂണിവേഴ്സിറ്റി എക്സാമിനും ഉറപ്പായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റിക്കറൻസ് റിലേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ നമുക്ക് 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, ഒരു എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഹോമോജീനസിന്റെ കേസും നോൺ ഹോമോജീനസും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സിനാണെങ്കിൽ സീനിയേഴ്സിന് 2 ക്വസ്റ്റനോളം ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ PYQs നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ആകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോയാലോ? യെസ്, എന്താണ് റിക്കറൻസ് റിലേഷൻ അല്ലെ? അപ്പോൾ നമുക്ക് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മോഡലിംഗ് അല്ലെ, ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ട് അതിൽ നിന്നൊരു റിക്കറൻസ് റിലേഷൻ മോഡൽ ചെയ്യാൻ എടുക്കാം. അതൊരു 3 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് റിക്കറൻസ് റിലേഷന്റെ തന്നെ ടൈപ്സ് ഉണ്ട് അല്ലെ? 2 ടൈപ്പ് വരുന്നുണ്ട്, ഹോമോജീനസും നോൺ ഹോമോജീനസും. ആ 2 ടൈപ്പിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹോമോജീനസിന്റെ ടൈപ്പും ഉണ്ട്, നോൺ ഹോമോജീനസ്. അതിൽ നോൺ ഹോമോജീനസ് ആണ് കൂടുതൽ നമുക്ക് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വളരെ ഷോർട്ട് ആയിട്ട് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മിസ്സാക്കാണ്ട് കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ വാട്ട് ഇസ് റിക്കറൻസ് റിലേഷൻ? എന്താണ് ഈ റിക്കറൻസ് റിലേഷൻ? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കിയാലോ? ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ എടുക്കുന്ന സീക്വൻസ് ഇപ്പോൾ 3, 5, 7, 9 ഇസെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 3 ആണ്. ഇനി സെക്കൻഡ് ടേം A2 എങ്ങനെയാ കിട്ടിയത്? എനിക്ക് 3യുടെ കൂടെ ഒരു 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടിയത്. ശരിയാണോ? അതായത് എങ്ങനെ ഈ 5 കിട്ടിയത്? 3യുടെ കൂടെ 2 ആഡ് ചെയ്തു. 3 എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം. അപ്പൊ A1ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് A2 എന്ന് പറയുന്ന സെക്കൻഡ് ടേം എനിക്ക് കിട്ടിയത്. ഇനി A3 നോക്കിക്കേ, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 5 7 അല്ലെ? 7 എങ്ങനെയാ കിട്ടിയേ? 5ന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തു. അതായത് A2 എന്ന് പറയുന്ന സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? നെക്സ്റ്റ് ടേം ആയിട്ടുള്ള 7 കിട്ടിയത്. നോക്കിയേ, അടുത്തതോ A4 എന്ന് പറയുന്നത് എന്താ? A3 എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ടേമിന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്തപ്പോഴാണ് 7 പ്ലസ് എന്താണ് 2 9 ആയിട്ട് മാറിയത്. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ സീക്വൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സീക്വൻസിൽ നിന്ന് നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തൂലേ? എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം? an is equal to എന്താ സംഭവിച്ചത്? തൊട്ട് മുമ്പേ ഉള്ള ടേമിന്റെ കൂടെ 2 ആഡ് ചെയ്താണ് അടുത്ത ടേം ഉണ്ടാക്കിയത്. അപ്പൊ an ഉണ്ടാക്കാൻ anന് തൊട്ട് മുന്നേ ഉള്ള ആള്, അതായത് an-1ന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്താൽ മതി. ആണല്ലോ? ഇതാണ് എന്ത്? റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് റിക്കറൻസ് റിലേഷൻ? ഓക്കെ, റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്തത്? തൊട്ട് മുന്നേ ഉള്ള ടേമിന്റെ കൂടെ 2 ആഡ് ചെയ്ത്, അങ്ങനെയാണ് ഈ സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സീക്വൻസിലെ ടേംസ്, തൊട്ട് മുന്നേ ഉള്ള ടേംസിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ടേം ഉണ്ടാക്കുന്നു അല്ലെ? അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്ന സീക്വൻസിനെ ഒരു ഇക്വേഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? മനസ്സിലായി? അപ്പൊ എന്താ ചെയ്തത്? തൊട്ട് മുന്നേ ഉള്ള ഒരു ടേമിന്റെ ബേസിസിൽ അടുത്ത ടേം ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ആ ഇക്വേഷനെ നമുക്ക് റിക്കറൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സീക്വൻസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിബൊനാച്ചി സീക്വൻസ്. ഓക്കെ, ഫിബൊനാച്ചി സീക്വൻസ്. ഈ ഫിബൊനാച്ചി സീക്വൻസ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള റിക്കറൻസ് റിലേഷൻ ഉണ്ട്. എന്താണ്? Fn is equal to Fn minus 1 plus Fn minus 2 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് തൊട്ട് മുന്നേ ഉള്ള 2 ടേംസിന്റെ സം ആയിട്ടാണ് അടുത്ത ടേം. മനസ്സിലായോ? ഇതിനകത്ത് ഓൾറെഡി 2 ടേംസ് ഡിഫൈൻഡ് ആണ് കേട്ടോ. F0 എന്ന് പറഞ്ഞാൽ 0യും F1 എന്ന് പറഞ്ഞാൽ 1. അതായത് ആദ്യത്തെ 2 ടേം, ഫിബൊനാച്ചി സീക്വൻസിൽ ആദ്യത്തെ 2 ടേം 0യും 1. ഇനി അടുത്ത ടേം എനിക്ക് എങ്ങനെ കിട്ടും? ഈ 2 ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത ടേം കിട്ടും. അപ്പൊ 0 plus 1 എന്താ? 1. ഇനി അടുത്ത ടേം എനിക്ക് എങ്ങനെ കിട്ടും? തൊട്ട് മുന്നേ ഉള്ള 2 പേരെ ആഡ് ചെയ്ത് അടുത്ത ടേം. അപ്പൊ 1 plus 1 എനിക്ക് 2 കിട്ടും. ആണേ? ഇനി അടുത്ത ടേം എങ്ങനെയാ കിട്ടുക? 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് 3. ഇനി അടുത്ത ടേം എന്താ? 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് 5. അടുത്ത ടേം എന്താ? 5ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് 8. അടുത്ത ടേം എന്താ? 5ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് 13. ഇങ്ങനെയാണ് ഫിബൊനാച്ചി സീക്വൻസ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. കണ്ടോ? അപ്പൊ തൊട്ട് മുന്നേ ഉള്ള ടേംസിന്റെ ബേസിസിൽ എന്താണ്? അടുത്ത ടേം ഡിഫൈൻ ചെയ്യുന്നു. അപ്പൊ അത്തരത്തിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സീക്വൻസിനെ ഇക്വേഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യുക.
nth ടേം അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റിക്കറൻസ് റിലേഷൻ എന്ന് വിളിക്കുക. ഇനി ഇത് നമ്മൾ നോർമലി സീക്വൻസ് വെച്ച് പറഞ്ഞു. ഇനി ഇത് തന്നെ നമ്മൾ റിയൽ ലൈഫ് പ്രോബ്ലത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് പറയത്തില്ലേ, അതായത് ഈ വർഷത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ പറയുന്നത് എന്താ, നെക്സ്റ്റ് ഇയറിലെ പോപ്പുലേഷന്റെ ബേസിസിലാണ് അല്ലെ, തൊട്ട് മുന്നേ ഉള്ളതിന്റെ ബേസിസിലാണ് നമുക്ക് ഈ വർഷത്തെ കണക്കെടുക്കാൻ പറ്റൂ അല്ലെ. അതുപോലെ ബാങ്കിൽ ഇൻട്രസ്റ്റ് പറയുന്നത് ഇതെല്ലാം തൊട്ട് മുന്നേ ഉള്ള കാര്യത്തിന് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് റിക്കറൻസ് റിലേഷൻ യൂസ് ചെയ്ത് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ റിക്കറൻസ് റിലേഷൻ എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തിയറി ആയിട്ട് ഡിഫൈൻ എന്നുള്ള രീതി ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യം വിത്ത് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. വേറെ ഒത്തിരി ഡെഫിനിഷൻ അങ്ങനെ എഴുതുന്നില്ല. അല്ലെങ്കിൽ ജസ്റ്റ് പറയാ ഇക്വേഷൻ ഡിഫൈൻസ് വിച്ച് ഡിഫൈൻസ് എ സീക്വൻസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പ്രീവിയസ് ടേം. ഓക്കെ, ഇൻ കേസ് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. റിക്കറൻസ് റിലേഷൻ ഈസ് ആൻ ഇക്വേഷൻ വിച്ച് ഡിഫൈൻസ് ദ നെക്സ്റ്റ് ടേം ഇൻ ടേംസ് ഓഫ് ദ പ്രീവിയസ് ടേംസ് അല്ലെ. തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ടേംസിന്റെ ബേസിസിൽ നെക്സ്റ്റ് ടേം ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷനെ അല്ലെ എന്തെന്ന് വിളിക്കാം, റിക്കറൻസ് റിലേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിൾസ് കൂടെ കാണിച്ചാൽ ആ ക്വസ്റ്റൻ ആൻസർ ആയി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തിയറിയും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഒരു 3 മാർക്കിന് ചിലപ്പോൾ ഇത് ചോദിക്കാം. എന്താ, വാട്ട് ഇസ് ദ റിക്കറൻസ് റിലേഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് അവിടെ എഴുതാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരു 3 മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ല. എന്താണ് റിക്കറൻസ് റിലേഷൻ എന്ന് മനസ്സിലായി. എന്താണ്, ഒരു സീക്വൻസിലെ തൊട്ട് മുന്നേ ഉള്ള ടേംസ് യൂസ് ചെയ്തിട്ട് അടുത്ത ടേം എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. ആ ഇക്വേഷനെ, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എനിക്ക് റിക്കറൻസ് റിലേഷൻ എന്ന് വിളിക്കാം. എക്സാമ്പിൾസ് നമ്മളിവിടെ കണ്ടു. ഓക്കെ അല്ലേ? ഇനി മോഡലിംഗിൽ വരുന്ന വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വേർഡ് പ്രോബ്ലം നിങ്ങൾക്ക് തരും. വേർഡ് പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കി ഒരു റിക്കറൻസ് റിലേഷൻ ഫോം ചെയ്യാൻ ചോദിക്കും. എനിക്കൊന്ന് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്ന 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. കണ്ടോ, നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നു. നോക്കിയേ, എ പോപ്പുലേഷൻ ഓഫ് റാബിറ്റ്സ് ട്രിപ്പിൾസ് എവറി മന്ത്. If the initial population is 2, write a recurrence relation. കണ്ടോ, ഒരു റിക്കറൻസ് റിലേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫൈൻഡ് ദ പോപ്പുലേഷൻ ആഫ്റ്റർ 4 months. ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, റാബിറ്റ്സിന്റെ പോപ്പുലേഷൻ ഓരോ മാസം കഴിയും തോറും ട്രിപ്പിൾസ് ആകുന്നു അല്ലെ, 3 ഇരട്ടിയാകുന്നുണ്ട്. ഇനി ഇനീഷ്യൽ പോപ്പുലേഷൻ എന്തായിരുന്നു, 2 ആയിരുന്നു. അതായത് ഇനീഷ്യലി എൻ്റെ കയ്യിൽ 2 റാബിറ്റ്സ് ഉണ്ടായിരുന്നുള്ളേ. ഓരോ മാസം കഴിയും തോറും ആ റാബിറ്റ്സിന്റെ എണ്ണം ട്രിപ്പിൾ ആകുന്നു. ഈ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ സീക്വൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഒരു റിക്കറൻസ് റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇനീഷ്യലി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇനീഷ്യലി ഉള്ള റാബിറ്റിന്റെ പോപ്പുലേഷൻ A1 ആയിട്ട് ഞാൻ എടുത്തു. ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തു. ആദ്യം എൻ്റെ കയ്യിൽ 2 റാബിറ്റ് ഉണ്ടായിരുന്നു. ദെൻ അല്ലെങ്കിൽ A0 എന്ന് എടുക്കുക അല്ലെ, ഫസ്റ്റ് ഇനീഷ്യലി. അടുത്ത A1 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 1 month, ഒരു മാസം, ഓരോ മാസവും കൂടുന്നല്ലേ. അപ്പൊ ആദ്യം എൻ്റെ കയ്യിൽ 2 റാബിറ്റ് ഉണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ എത്ര എണ്ണം ആയി, ട്രിപ്പിൾ ആയി എന്ന് വെച്ചാൽ എന്താ, 3 into 2 അല്ലെ, ദാറ്റ് ഇസ് 6. 6 റാബിറ്റ് ആയി, ട്രിപ്പിൾ ആയി എന്നല്ലേ പറഞ്ഞത്. ഓരോ മാസം കഴിയുന്തോറും എണ്ണം ട്രിപ്പിൾ ആകുന്നു, 3 ഇരട്ടിയാകുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, ആദ്യം ഉണ്ടായിരുന്ന എണ്ണത്തിന്റെ 3 ഇരട്ടി അല്ലെ, ശരിയല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, 3A0 എന്ന് കണക്ട് ചെയ്യാം. ശരിയാണോ? തൊട്ട് മുന്നേന്റെ ട്രിപ്പിൾ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ A2 എങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാം, 3A1. A1ൽ എത്ര ഉണ്ടായിരുന്നു, അതായത് ആദ്യത്തെ മാസം എത്ര ഉണ്ടായിരുന്നോ അതിന്റെ 3 ഇരട്ടി അല്ലേ, കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യം 2 ഉണ്ടായിരുന്നു, പിന്നെ into 3 6 ആയി, പിന്നെ into 3 അങ്ങനെയാ പോകുന്നത്. അപ്പൊ 3A1 എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ, ദാറ്റ് ഇസ് 3 into 6 18. കണ്ടോ? ദെൻ അങ്ങനെയാണെങ്കിൽ A3 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്, 3A2. കേട്ടോ, ഇങ്ങനെ പോകുന്നത്. ദാറ്റ് ഇസ് 3 into 18. കണ്ടോ, ഈ ഒരു ഐഡിയയിൽ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഇനി വാല്യൂസ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ വാല്യൂ അറിയണം അല്ലെ. A4 വരെ വേണമല്ലോ. 4th monthൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്, റിക്കറൻസ് റിലേഷൻ എഴുതുകയും വേണം, അതുപോലെ 4th monthൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇത്രയും മതി റിക്കറൻസ് റിലേഷൻ എഴുതാൻ. ചോദിക്കട്ടെ, അപ്പൊ ഈ 2 ടേം എഴുതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിക്കറൻസ് റിലേഷൻ പറയാം. എന്തായിരിക്കും ഇവിടുത്തെ റിക്കറൻസ് റിലേഷൻ? റിക്കറൻസ് റിലേഷൻ പറഞ്ഞേ, റിക്കറൻസ് റിലേഷൻ ഈസ്, എങ്ങനെയാ റിക്കറൻസ് റിലേഷൻ പറയാൻ പറ്റുക, തൊട്ട് മുന്നേ ഉള്ള ടേമിന്റെ ട്രിപ്പിൾ. അതായത് an കിട്ടാൻ എന്ത് ചെയ്താൽ മതി, an-1 തൊട്ട് മുന്നേ ഉള്ള ടേമിന്റെ ട്രിപ്പിൾ 3 ഇരട്ടി എടുത്താൽ മതി. അപ്പൊ an is equal to 3an-1 where initial term is equal to 2 അല്ലെ, a0 equal to 2. അതുകൂടെ ചേർത്ത് പറയണേ റിക്കറൻസ് റിലേഷൻ പറയുമ്പോൾ. ഇതാണ് നമ്മുടെ റിക്കറൻസ് റിലേഷൻ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ മാർക്ക് കിട്ടി.
റൈറ്റ് റിക്കറൻസ് റിലേഷൻ എഴുതുമ്പോൾ നമുക്ക് അവിടെ 2 മാർക്ക് കിട്ടും. ഈ പോപ്പുലേഷൻ കണ്ടുപിടിക്കുമ്പോൾ 1 മാർക്ക്. അങ്ങനെ ആയിരിക്കും സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കിട്ടിയ റിക്കറൻസ് റിലേഷൻ an is equal to 3an minus 1. ഇത്രയേ ഉള്ളൂ. എന്താന്ന് മനസ്സിലായില്ലേ? തൊട്ടു മുന്നേ ഉള്ള മാസത്തിനുള്ളേക്കാണ് 3 ഇരട്ടി അടുത്ത മാസം. അപ്പൊ an is equal to 3an minus 1. ഇനീഷ്യലി 2 പേരുണ്ടായിരുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ഇനി അടുത്തത് നമുക്ക് ബാക്കി നോക്കാം. A4 എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ A3 54, മൂന്നാമത്തെ മാസം ആയപ്പോൾ 54 പേരായി. അടുത്തത് 3A3 അല്ലേ? 3A3 എന്ന് പറയുമ്പോൾ 3 into 54 വരും അല്ലെ? 3 into 54 വരും. അതായത് 162. അപ്പോൾ നാലാമത്തെ മാസം ആഫ്റ്റർ 4 months പോപ്പുലേഷൻ എന്താ? 162 റാബിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പോൾ പോപ്പുലേഷൻ അല്ലെ? പോപ്പുലേഷൻ ആഫ്റ്റർ 4 months 4 മാസത്തിന് ശേഷമുള്ള പോപ്പുലേഷൻ എന്താ? 162 ആണ് പോപ്പുലേഷൻ എന്ന് കിട്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റൻ. എന്ത് ഈസിയാന്ന് നോക്കിയാൽ 2 ലൈൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. 3 മാർക്ക് സുഖമായിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചത് വഴി നമുക്കൊരു 3 മാർക്ക് സ്കോർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. 1, വാട്ട് ഈസ് റെക്കറൻസ് റിലേഷൻ എന്ന് ചോദിക്കാം. 2, ഇതുപോലെ ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ട് അത് മോഡൽ ചെയ്യാൻ ചോദിക്കാം. ഏത് വന്നാലും നിങ്ങൾ ഷുവർ ആയിട്ടും ചെയ്യുമല്ലോ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഓക്കെ, ദെൻ അപ്പൊ അടുത്ത ടൈപ്പിലോട്ട് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു 2 ടൈപ്പ്, 3 മാർക്സ് കവറായി. ഇനി എസ്സേ ചോദിക്കുന്നത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ എന്താണ് ഈ റിക്കറൻസ് റിലേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്കറൻസ് റിലേഷന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നമ്മൾ തൊട്ടു മുന്നേ ഉള്ള ടേംസിനെ യൂസ് ചെയ്തിട്ടാണ് അടുത്ത ടേം പറയുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തൊട്ടു മുന്നേ ഉള്ള എത്ര ടേംസ് യൂസ് ചെയ്യുന്നു ആ കൗണ്ടിനെയാണ് ആ റിക്കറൻസ് റിലേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിനകത്ത് ഞാൻ ഒരു ഇക്വേഷൻ എന്താ ഇവിടെ തന്നെ എഴുതിയിട്ടുള്ള an is equal to an minus 1 plus 2. ഇതാണ് നമ്മുടെ റിക്കറൻസ് റിലേഷൻ എങ്കിൽ ഈ റിക്കറൻസ് റിലേഷന്റെ ഓർഡർ എന്താ? ഈ റിക്കറൻസ് റിലേഷൻ അടുത്ത ടേം an എഴുതാൻ തൊട്ടു മുന്നേ ഉള്ള ഒരാളെയല്ലേ യൂസ് ചെയ്തോളൂ? an minus 1 മാത്രമല്ലേ യൂസ് ചെയ്തോളൂ? അപ്പൊ അവിടുത്തെ ഓർഡർ എന്താ? 1. മനസ്സിലായോ? അടുത്തത് നമ്മുടെ ഫിബൊനാച്ചി സീക്വൻസ് എഴുതിക്കേ. fn is equal to fn minus 1 പ്ലസ് fn minus 2. അപ്പൊ ഇവിടുത്തെ ഓർഡർ എന്താ? fn എന്ന് പറയുന്ന നെക്സ്റ്റ് ടേം എഴുതാൻ തൊട്ടു മുന്നേയുള്ള 2 ടേം യൂസ് ചെയ്തു അല്ലെ? അപ്പൊ അവിടുത്തെ ഓർഡർ എന്താ? 2. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് റിക്കറൻസ് റിലേഷന്റെ ഓർഡർ? അപ്പൊ ചില ക്വസ്റ്റിനകത്ത് എടുത്തു ചോദിക്കാം, 3 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയുടെ കൂട്ടത്തിൽ ചോദിക്കാം. ഓർഡർ എന്താന്ന് മനസ്സിലായില്ലേ? എത്ര ടേംസ് നമ്മൾ യൂസ് ചെയ്തു ആ റിക്കറൻസ് റിലേഷൻ ഫോം ചെയ്യാൻ പ്രീവിയസ്ലി എത്ര ടേംസ് യൂസ് ചെയ്തു എന്നുള്ള കൗണ്ട് ആണ് ഓർഡർ എന്ന് പറയുന്നത്. റൈറ്റ്, യെസ്. ഇനി ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ലീനിയർ റിക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. എന്താണ് ഈ സംഗതി? ലീനിയർ റിക്കറൻസ് relation with constant coefficients. Linear recurrence relations with constant coefficients എന്ന് പറഞ്ഞ് കേൾക്കും. ഓക്കെ, എന്തായി സംഗതി? ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു എക്സാമ്പിൾ നോക്കട്ടെ. അതായത് നമ്മുടെ എക്സാമ്പിൾ ഇപ്പൊ an minus 3 an minus 1 മൈനസ് അല്ലെങ്കിൽ പ്ലസ് 2an minus 2 equal to 0. ഇതാണ് ഒരു റിക്കറൻസ് റിലേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റിക്കറൻസ് റിലേഷനെ ലീനിയർ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ലീനിയർ എന്ന് വിളിക്കുന്നത് ഇവരുടെ പവേഴ്സ് ഇല്ലേ, പവർ എല്ലാം 1 ആവുന്ന കേസ് അല്ലെ? നമുക്കറിയാം ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പവർ 2 വരും. അപ്പൊ ലീനിയർ ഇക്വേഷൻ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫാക്ടേഴ്സിന്റെ പവർ ടേംസിന്റെ പവർ എല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടൊന്നും റെപ്രസെന്റ് ചെയ്യത്തില്ല. ഇനി കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ an കൂടെ വരുന്ന കോഎഫിഷ്യൻസ് ഇല്ലേ, ഇവിടെ -3, ഇവിടെ 2, ഇവരൊക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ്സ് ആയിരിക്കും. ഇതാണ് ലീനിയർ റിക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള റിലേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. വേറെ ടൈപ്പ് ഉണ്ട് ക്വാഡ്രാറ്റിക്കിൽ, അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ പഠിക്കുന്നത് അത്രയും ലീനിയർ റിക്കറൻസ് റിലേഷനുമാണ്, അവിടുത്തെ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റുമാണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ലീനിയർ എന്ന് പറയുമ്പോൾ പവർ 1 ആയിരിക്കും, കോൺസ്റ്റന്റ് എന്ന ഇവരുടെ കൂടെ നിൽക്കുന്ന കോഎഫിഷ്യന്റുകൾ കോൺസ്റ്റന്റുകൾ ആയിരിക്കും. ഈ ടൈപ്പ് ആയിരിക്കും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ സൊല്യൂഷൻസ്. അപ്പൊ ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് പറയുന്നതിന് മുന്നേ ഈ ലീനിയർ റിക്കറൻസ് റിലേഷൻസ്, റിക്കറൻസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പിൽ വരാറുണ്ട്. ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം പറയുവാണെങ്കിൽ ഇപ്പൊ an ഫസ്റ്റ് ടേം, അടുത്തത് ഒരു കോൺസ്റ്റന്റ് കാണും. ഞാൻ പറഞ്ഞില്ലേ ലീനിയർ കോൺസ്റ്റന്റ്, കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് നമ്മൾ C1 കോൺസ്റ്റന്റ്സിന് എപ്പോഴും C1 C2 C3 α1 α2 അങ്ങനത്തെ നമ്മൾ ന്യൂമറൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അത് C1 an minus 1 plus C2 an minus 2
പ്ലസ് ഇസഡ്ര പ്ലസ് സി കെ എ എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എൻ. ഇതായിരിക്കും ശരിക്കും നമ്മുടെ റിക്കറൻസ് റിലേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. കണ്ടോ, എൻ മൈനസ് വൺ, എൻ മൈനസ് ടു അങ്ങനത്തെ ടേമുകൾ കാണും. അവരുടെ കൂടെ കുറച്ച് കോൺസ്റ്റന്റുകൾ കാണും. ഈക്വൽ ടു സം എഫ് ഓഫ് എൻ. ഈ ഈക്വൽ ടുവിന് ശേഷം വരുന്ന ആള് ഈക്വൽ ടുവിന് ശേഷം 0 ആണ് വരുന്നതെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഇക്വേഷനെ നമ്മൾ ഹോമോജീനസ് എന്ന് വിളിക്കും. എന്താണ്? ഹോമോജീനസ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതല്ലേ, ഹോമോജീനസ് എന്ന് പറയും. എപ്പോഴും നമ്മൾ പറയും ഈക്വൽ ടു 0 ആണെങ്കിൽ ആരാ? ഹോമോജീനസ്. അത് തന്നെ എവിടെയും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ലീനിയർ റിക്കറൻസ് റിലേഷനകത്ത് ഈക്വൽ ടു 0 നമ്മളിവിടെ എഴുതിയില്ലേ, ഇതൊക്കെ ഏതാ? ഹോമോജീനസാ. അപ്പൊ ഈക്വൽ ടു കഴിഞ്ഞിട്ട് 0 ആണ് വരുന്നതെങ്കിൽ അത് ഹോമോജീനസ് ടൈപ്പും. ഇഫ് ഈ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ ഹോമോജീനസ് ടൈപ്പും ആയിരിക്കും. ഓക്കെ, നോൺ ഹോമോജീനസ് ടൈപ്പും ആയിരിക്കും. അപ്പൊ ഈക്വൽ ടു കഴിഞ്ഞിട്ട് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ മീനിങ് എന്താ? അവിടെ ഏതെങ്കിലും കോൺസ്റ്റൻസോ എന്തെങ്കിലും എന്നിന്റെ ടേംസിലുള്ള ഒരു ഫംഗ്ഷനുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. മനസ്സിലായത്? അതിന്റെ ഒരു ഫിക്സഡ് ടൈപ്പുകൾ നമ്മൾ പറയുന്നുണ്ട്, അതപ്പം നമ്മൾ പഠിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു കഴിഞ്ഞിട്ട് 0 ആണെങ്കിൽ അല്ലെ, ഈക്വൽ ടു 0 എന്നുള്ള ടൈപ്പിൽ എന്നിന്റെ ടേംസുകൾ അല്ലാണ്ട് വേറൊരു ടേം അവിടെ വരാൻ പാടില്ല. എന്നിന്റെ ടേംസ് റൈറ്റ് സൈഡ് എഴുതി ബാക്കി ഈക്വൽ ടു 0 എന്ന് റെപ്രസെന്റ് ചെയ്താൽ അയാൾ ഹോമോജീനസ് ടൈപ്പ്. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അയാൾ ഏത് സൈറ്റാ? നോൺ ഹോമോജീനസ്. അപ്പൊ ഈ രണ്ട് ടൈപ്പിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് എന്താണ്? ലീനിയർ ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. കേട്ടോ, ലീനിയർ ഹോമോജീനസ് ആയിട്ടുള്ള റിക്കറൻസ് റിലേഷൻസിന്റെ സൊല്യൂഷൻ ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവരുടെ കോഎഫിഷ്യൻസ് എങ്ങനെയുള്ളവരാ? കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ളവരുടെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാൻ. ജനറൽ ഫോം ഒക്കെ എഴുതി വെറുതെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. an is equal to വേണ്ട, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ എഴുതിയാലോ. an മൈനസ് 3an മൈനസ് 1 നേരത്തെ എഴുതി തന്നെ എഴുതാം അല്ലേ. പ്ലസ് 2an മൈനസ് 2 പ്ലസ് 2an മൈനസ് 2 ഈക്വൽ ടു 0 നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷനാണ്. അപ്പൊ എനിക്ക് ഈ ഇക്വേഷൻ ഇത് ഹോമോജീനസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ. കണ്ടോ, റിക്കറൻസ് റിലേഷൻ ആണെന്ന് മനസ്സിലായി, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണെന്ന് മനസ്സിലായി, ഹോമോജീനസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഈക്വൽ ടു 0 അല്ലേ. എന്നല്ലാതെ വേറെ ടേമുകളൊന്നും ഇല്ലല്ലോ. ഇനി ഇയാളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ n പകരം r⁴n കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ കുറെ ഇങ്ങനെ ചെയ്തൊക്കെ എടുക്കുന്നതാണ്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ എക്സാമിന് പെട്ടെന്ന് ചെയ്യണം, നമുക്ക് ആൻസർ കിട്ടണം അല്ലെ. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത്. ജനറൽ ഫോം ഒന്നും പറയുന്നില്ല, എക്സാമ്പിളിലൂടെ പോവാ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യുവാടാ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നത് ഇൻ ടേംസ് ഓഫ് r. ഇത് ചെയ്യാൻ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. നമ്മുടെ ഇക്വേഷൻ ആദ്യം ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് മാറ്റാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് r-ന്റെ പവറിലോട്ട് മാറ്റാം. ഇവിടെ വരുന്നത് ഈ a⁻n−1 പകരം വരാൻ പോകുന്നത് r⁻ ആയിട്ടായിരിക്കും. അതായത് ഇത് r⁻0, അതായത് കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ്. ഇത് r⁻1, ഇത് r⁻2. അത് ഇങ്ങനെയായിരിക്കും മോഡൽ ചെയ്യേണ്ടത്. ഓക്കെ, ശരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷനും ക്യൂബിക് ഇക്വേഷനും. അപ്പൊ ഇവിടെ 3 ടേം ആണുള്ളെങ്കിൽ ക്വാഡ്രാറ്റിക് വരും, 4 ടേം ആകുമ്പോൾ ക്യൂബിക് വരും. അപ്പൊ അത് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഓക്കെ, ഇതാണ് ഐഡിയ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇത് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? an മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? r² മൈനസ് 3 ഇൻറ്റു an−1 വരെ എന്താ r പ്ലസ് ഇവിടെ r⁻0 എന്ന് വെച്ചാൽ 1 അല്ലേ, പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഫസ്റ്റ് മാർക്ക് കിട്ടി. ഓക്കെ, ഹോമോജീനസിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു, നമുക്ക് ഫസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്നു. റൈറ്റ്? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഈ എഴുതിയതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? എന്ത് ചെയ്യുക? r⁻0 r⁻1 r² അങ്ങനെ മോഡൽ ചെയ്യുക. ദെൻ an റീപ്ലേസ് ചെയ്ത് r² കൊടുക്കുക, an−1 റീപ്ലേസ് ചെയ്ത് r കൊടുക്കുക, an−2 റീപ്ലേസ് ചെയ്ത് 2 കൊടുക്കുക. സോറി, അവിടെ r⁻0 ആയതുകൊണ്ട് ഇത് 1 അല്ലേ. അപ്പൊ ആ കോൺസ്റ്റന്റ് മാത്രം കൊടുത്താൽ മതി. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അറിയാം അല്ലെ. ഒന്നെങ്കിൽ ഗസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ -b ± യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ കോൺസ്റ്റന്റ്സ് അറിയേണ്ട കോൺസ്റ്റന്റുകൾ ആരൊക്കെയാണ്? r²ന്റെ കോഎഫിഷ്യന്റിനെ ഞാൻ a എന്ന് വിളിക്കും, ആ a എന്താ? ഇവിടെ 1 ആണ്. r-ന്റെ കോഎഫിഷ്യന്റിനെ ഞാൻ b എന്ന് വിളിക്കും, അത് -3 ആണ്.
ദെൻ കോൺസ്റ്റന്റിനെ സി എന്ന് വിളിക്കും, അത് 2 ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ കാൽക്കുലേറ്റർ ഏത് മോഡലാണെന്ന് നോക്കാം. ഞാൻ കാസിയോടെ FX991ES+ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം സ്റ്റാൻഡേർഡ് ഫോമാ. നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം. മോഡ് സെറ്റപ്പിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് നമ്പർ 5 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഏത് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണെന്ന് നോക്കുക. ഇത് ക്വാഡ്രാറ്റിക് അല്ലേ, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 3 ക്ലിക്ക് ചെയ്യുക. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കൊടുക്കുക. A 1 ആണ്, ദെൻ ഈക്വൽ ടു പ്രസ് ചെയ്യുക. ബിയുടെ വാല്യൂ -3 ടൈപ്പ് ചെയ്യുക, ഈക്വൽ ടു പ്രസ് ചെയ്യുക, 2 കൊടുക്കുക, ദെൻ ഈക്വൽ ടു. സോ നമ്മുടെ റൂട്ട്സ് കിട്ടും 2ഉം 1ഉം. സോ അപ്പൊ നമ്മുടെ റൂട്ട്സ് R എന്ന് പറയുന്നത് എന്താ കിട്ടിയത്, R is equal to 2, 1. ഇതാണ് നമ്മുടെ റൂട്ട്സ്. ഒറ്റയടിക്ക് കിട്ടി. ഇനി ഇതല്ലായിരുന്നു മാനുവലി ചെയ്യാനാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, മാനുവലി ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഫോം നമ്മൾ അറിയാം, ആഡ് ചെയ്യുമ്പോൾ -3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന 2 നമ്പർ എടുക്കുക അല്ലെ. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം, ഇതിപ്പോൾ R² - 3R + 2 = 0. ആഡ് ചെയ്യുമ്പോൾ എന്താണ് 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന 2 നമ്പേഴ്സ് 2ഉം 1ഉം അങ്ങനെ ഗസ് ചെയ്യാം. കണ്ടോ, അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ, അല്ല ഒത്തിരി പറയേണ്ട കാര്യമില്ല. നമ്മൾ എന്താ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഐഗൺ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കും മെട്രിക്സിനകത്ത് എപ്പോഴും ആവശ്യമുള്ള ആളാ അല്ലെ. ഓക്കെ, അപ്പൊ ഇനി അറിയില്ല എങ്കിൽ പോലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് നമ്മൾ 0 to infinity ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉള്ളവരുണ്ട്. ബട്ട് അതും ഒന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സസ് പർച്ചേസ് ചെയ്താൽ ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ പറയില്ല, എപ്പോഴും മാത്സിൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു ടൈപ്പ് ചെയ്തു, ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പം അല്ലെ, സിമ്പിൾ ആണ്, എനിക്ക് ചെയ്യാൻ പറ്റും, അത് ഓക്കെ. പക്ഷെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, ശരി, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് ആൻസർ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് തെറ്റിയത്, എന്തുകൊണ്ട് എനിക്ക് തെറ്റി അന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ റിയലൈസ് ചെയ്താലേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ ചെയ്തു പോയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും. അത് യൂസ്ഡ് ആണ് നിങ്ങൾ, മനസ്സിലായോ? അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് അല്ലെ, അതിൽ നിന്ന് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിട്ടുന്നില്ല ഒന്നും. നിങ്ങളായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. നിങ്ങളായിട്ടൊരു പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോഴേ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാണെന്ന് സ്ട്രെസ് ചെയ്ത് ആ ഒരു ഭാഗം പഠിക്കാനും പറ്റുള്ളൂ. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ് എങ്കിൽ പോലും നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ആ മൊഡ്യൂളാണെന്നും ഇവിടെ ഞാൻ എങ്ങനെയാ ചെയ്തത്, എങ്ങനെ തുടങ്ങണം എന്നൊക്കെ അറിയണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചാലേ പറ്റും. അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലാസ് ചെയ്യുന്നത് മാത്രമല്ല, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ 0 to infinity ക്ലാസ്സസിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം 0 to infinity വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ബിടെക്കിൽ എല്ലാ സെമസ്റ്ററിന്റെ ക്ലാസ് അല്ലെ, 4 സെമസ്റ്റേഴ്സിന്റെ ക്ലാസ് ഇൻക്ലൂഡിങ് ലാബ് ഇൻക്ലൂഡിങ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ കോഡിംഗ് ക്ലാസ്സസ്, AI ട്രെയിനിങ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് ക്ലാസ്സസ് ഉണ്ട്, ദെൻ അതുപോലെ ഗേറ്റ് ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നല്ല പറയുന്നത് അല്ലെ, ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ പ്ലേസ്മെന്റിന്റെ ക്ലാസ്സസും ഗേറ്റ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാത്സും നിങ്ങൾക്ക് അറിയാം, മാത്സിൽ ഇപ്പൊ നമ്മൾ S1 എന്തൊക്കെ പഠിച്ചോ അതനുസരിച്ച് നിങ്ങളുടെ സെം ബ്രേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗേറ്റിനനുസരിച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്നും മറന്നു പോകുന്നില്ല. അപ്പൊ ഇതിന്റെ യൂസ് എന്താന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കത്തില്ല ശരിക്കും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ അല്ലെ, ഒരു സെമ്മ് കഴിയുമ്പോൾ ആ സെമ്മിൽ പഠിക്കുന്ന എല്ലാം മറന്നിട്ടാണല്ലോ അടുത്ത സെമ്മിലോട്ട് പോവുക. പക്ഷെ അപ്പൊ ഗേറ്റ് എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു രീതിയിൽ പോയാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ എന്താ, നമ്മൾ ആ സെം കഴിയുന്ന ആ ബ്രേക്കിൽ തന്നെ അതിന്റെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ മൈൻഡിൽ അത് ഫീഡാവും. പിന്നെ നിങ്ങൾ അടുത്ത സെമ്മിൽ പോയാലും ഈ സാധനം അവിടെ ഫീഡാണ്. കാരണം വീണ്ടും നമ്മൾ അത് റിവിഷൻ ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, അത് ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ഭയങ്കര ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ വെറുതെ ടൈം കളയരുത്, ഇനിയും ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുത്. S2 തീരാറായി, ഇനി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള സമയം മതി നിങ്ങൾക്ക് ഈസി ആയിട്ട്. അപ്പൊ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഇനി ജോയിൻ ചെയ്താൽ പോലും നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ആണ്, എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈമൊന്നും വേണ്ട നിങ്ങൾക്ക് കണ്ടു കളയാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വെറുതെ ആലോചിച്ചിരുന്ന് ടൈം കളയണ്ട, വേഗം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനുള്ള കേസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ചു. ഈ റൂട്ട്സ് പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ റൂട്ട്സിന്റെ പ്രത്യേകത എന്താ, ഇതെല്ലാം
റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ. 2 1 എന്ന് പറഞ്ഞാൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള റൂട്ട്സ് അല്ലേ എനിക്ക് കിട്ടിയേ. അപ്പൊ ഇത് റിയലും ആണ് ഡിസ്റ്റിങ്ക്റ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ജനറൽ സൊല്യൂഷൻ ഈസ്, എന്താ ജനറൽ സൊല്യൂഷൻ? an is equal to alpha 1 r1 raised to n plus alpha 2 r2 raised to n. ഓക്കെ, r1 r2 ആയിട്ട് എങ്ങനെ വേണം എടുക്കാൻ കേട്ടോ, അതിൽ ഓർഡർ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. അപ്പൊ പറഞ്ഞ എങ്ങനെ എഴുതാടാ? n is equal to alpha 1 into ഈ r1 ആയിട്ട് ഞാൻ 1 എടുത്തേ, അപ്പൊ 1 raised to n പ്ലസ് ആൽഫ 2 ഇൻറ്റു ആറിന് പകരം R2 ഒരു 2 റേസ്റ്റ്. ഈ നിങ്ങളിപ്പോ ഈ ആൽഫ 1 ആൽഫ 2 തന്നെ കൊടുക്കണം എന്നില്ല, C1 C2 കോൺസ്റ്റന്റ് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അതൊന്നും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ഫോം കറക്റ്റ് ആവണം, അത്രേ ഉള്ളൂ. അപ്പൊ an is equal to ആൽഫ 1 raised to n എന്ന് വെച്ചാൽ 1 തന്നെ അല്ലേ, അത് കൊടുക്കണ്ട അല്ലെ. അപ്പൊ ആൽഫ 1 പ്ലസ് ആൽഫ 2 2 raised to n, ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ആൽഫ 1 ആൽഫ 2 കൂടെ കണ്ടുപിടിക്കേണ്ട കേസുകളൊക്കെ വരും. അതിന് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും, അതിനകത്ത് ഇക്വേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, ഈ കോൺസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ഫോർമാറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ജനറൽ കേസ് ഒന്നും പറഞ്ഞില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ജനറൽ ഫോം ഒക്കെ എഴുതി പറയേണ്ട കാര്യമില്ല, ജസ്റ്റ് സൊല്യൂഷൻസിന്റെ ജനറൽ കേസ് മാത്രം ഒന്ന് പറയാം. ഓക്കെ, അതിന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ വെറുതെ കാട് കയറി പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതാം. അപ്പൊ ജനറൽ സൊല്യൂഷന്റെ കേസുകളൊന്നും എഴുതാം. ജനറൽ സൊല്യൂഷൻ കേസ്, അതിൽ ഒരു കേസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ള ആ ഫോം നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, ഞാൻ ഇതൊന്ന് ടേബിൾ ആക്കി തരാം. ഇതൊക്കെ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കേണ്ട കേസുകളാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് മൊഡ്യൂൾ 3 അതിലെന്തൊക്കെ ഞാൻ മെമ്മറൈസ് ചെയ്യണം, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ റിക്കറൻസ് റിലേഷൻ, ഓർഡർ, അങ്ങനെയുള്ള കാര്യം, അതുപോലെ ഈ സൊല്യൂഷന്റെ ജനറൽ കേസ്, അതൊക്കെ ആ പേപ്പറിലോട്ടും അപ്പോഴേ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം ഓർമ്മ വരും. അത് എപ്പോഴും ആ ട്രിക്ക് ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഒന്നാമത്തത് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ R1 R2 അപ് ടു RK എന്ന് പറയുന്ന റൂട്ട്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷന്റെ ഫോം എന്താ? n ഈക്വൽ ടു ആൽഫ 1 R1 റൈസ് ടു n പ്ലസ് ആൽഫ 2 R2 റൈസ് ടു n പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ K RK റൈസ് ടു n എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്. നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ എഴുതിയത്. അപ്പൊ എത്ര റൂട്ട്സ് വന്നാലും ഇതിങ്ങനെ കോൺസ്റ്റന്റ് ഇൻറ്റു എന്നുള്ള രീതി എഴുതിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ 2 എണ്ണം ആണെങ്കിൽ 2 ടേം വെച്ച് നിൽക്കും, 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ടേം വരും, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ? റിപ്പീറ്റഡ് റൂട്ട്സ് ആണെങ്കിൽ റിപ്പീറ്റഡ് റൂട്ട്സ് എന്ന് വെച്ചാൽ R എന്ന് പറയുന്ന ഒരു റൂട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2 സൊല്യൂഷൻ കാണുമല്ലോ, അപ്പൊ 2 പ്രാവശ്യം ഒരേ റൂട്ട് വന്നു. ഇനി അടുത്തത് ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ 3 എണ്ണം കാണും, അപ്പൊ 3 പ്രാവശ്യം ഒരേ റൂട്ട് വന്നു. അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ. അപ്പോൾ അതിന്റെ വാല്യൂ ആൽഫ 1 പ്ലസ് ആദ്യം കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക്, അടുത്തത് ആൽഫ 2 n, ആൽഫ 2ന്റെ കൂടെ ഒരു n കൊടുക്കും. അടുത്തത് ആൽഫ 3 n സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻടു R റൈസ് ടു n, ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. അത് എത്ര ടേം ഉണ്ടോ അതനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ ആൽഫ 1 പ്ലസ് ആൽഫ 2ന്റെ കൂടെ ഒരു n, 2 ടേമേ ഉള്ളെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻറ്റു R റൈസ് ടു n ഉണ്ടോ, പ്ലസ് ആൽഫ 3 എന്താണ് n സ്ക്വയർ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോകും. ഓക്കെ അല്ലെ. അപ്പൊ ഇതാണ് എന്ത്, റിപ്പീറ്റഡ് റൂട്ട്സ് വരുന്ന കേസ്. ഇനി ഒരു കേസ് കൂടെ ഉണ്ട്, ഏതാ? കോംപ്ലക്സ് റൂട്ട് വരുന്നത്. കോംപ്ലക്സ് അധികം അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും കോംപ്ലക്സ് റൂട്ട്സ് വരുന്ന കേസ് ഓക്കെ അങ്ങനെ ചോദിക്കാറില്ല. കോംപ്ലക്സ് റൂട്ട്സിന്റെ ഫോം എന്ന് വെച്ചാൽ നമ്മുടെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന ഫോമിലായിരിക്കും. R is equal to ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്ന് പറയുന്ന ഫോമിലായിരിക്കും കോംപ്ലക്സ് റൂട്ട് വരെ. അപ്പൊ കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ an എങ്ങനെ എഴുതാൻ പറ്റും? an എന്ന് വെച്ചാൽ ആൽഫ 1 കോസ് n തീറ്റ പ്ലസ് ആൽഫ 2 സൈൻ n തീറ്റ ഇൻറ്റു R റൈസ് ടു n എന്നുള്ളതാണ് നമ്മുടെ കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ സൊല്യൂഷന്റെ ഫോം വരുന്നത്. അപ്പൊ ഇത് മൂന്നും ഒന്ന് ബേസിക്കലി മനസ്സിലാക്കിയിരുന്നാൽ മതി, നമുക്ക് മതി. ഇത് 3 ടൈപ്പ് ഫോമിൽ അറിയെങ്കിൽ പിന്നെ ചെയ്യാനൊക്കെ എളുപ്പം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റിലോട്ട് പോയാലോ. അപ്പൊ ഇത് 3 മൈൻഡിൽ വേണം. നമ്മൾ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യനും ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. റൈറ്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദ റിക്കറൻസ് റിലേഷൻ an is equal to an minus 1 plus 2an minus 2. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഇക്വേഷന്റെ ഓർഡർ എന്താ? ഈ ഇക്വേഷന്റെ ഓർഡർ പറയാവോ? രണ്ട് ടേംസ് പ്രീവിയസ്ലി ഉള്ള 2 ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് an ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. ഉണ്ടോ?
ഓക്കെ. വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പാർട്ട് കൂടെ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ആ പാർട്ടാണ് ലെങ്തി ആയിട്ട് വരുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു എപ്പോഴും ആദ്യം സോൾവ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഹോമോജീനസ് ആണോ നോൺ ഹോമോജീനസ് ആണോ. ഇപ്പൊ ഹോമോജീനസ് മാത്രമേ നമ്മൾ പഠിച്ചോളൂ. നോൺ ഹോമോജീനസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. അപ്പൊ ആദ്യം ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് ഇക്വേഷനെ മാറ്റണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. an is equal to an minus 1 plus 2an minus 2. ആദ്യം ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് മാറ്റണം. അപ്പൊ ഈ റൈറ്റ് സൈഡ് ഉള്ളവരെയൊക്കെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരണം അല്ലെ. അപ്പൊ an minus 1 minus 2an minus 2 ഈക്വൽ ടു 0 ആണേ. അപ്പം നമ്മുടെ ഹോമോജീനസ് ഫോമിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ ആണ്. ഹോമോജീനസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് എഴുതണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞു. ഇവിടെ r പവർ 0, ഇവിടെ r പവർ 1, ഇവിടെ r സ്ക്വയർ അല്ലെ. 3 ടേമേ ഉള്ളെങ്കിൽ ക്വാഡ്രാറ്റിക് ആയിരിക്കും. അപ്പൊ r സ്ക്വയർ മൈനസ് ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ എഴുതണം കേട്ടോ. r മൈനസ് 2 ഈക്വൽ ടു 0. ശരിയല്ലേ? ഇവിടെ r റൈസ് ടു 0 1. അപ്പൊ -2 മാത്രം കൊടുത്താൽ മതി. അപ്പൊ r സ്ക്വയർ മൈനസ് r മൈനസ് 2 ഈക്വൽ ടു 0. വേഗം സോൾവ് ചെയ്തിട്ട് പറഞ്ഞേ എങ്ങനെ വരും. r സ്ക്വയർ മൈനസ് r മൈനസ് 2 ഈക്വൽ ടു 0. അതായത് ഇക്വേഷൻ എടുക്കുക. ദെൻ ഇവിടത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 ഉണ്ട്, -1 ഉണ്ട്, എന്തുണ്ട് -2 ഉണ്ട് അല്ലെ. വാല്യൂ വരുന്നത് 2ഉം -1ഉം ആണ് അല്ലെ. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം -1 ആണ്. അപ്പൊ 2ഉം -1 എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആണ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആണ്. ഇതല്ലാതെ സോൾവ് എങ്ങനെയാ r സ്ക്വയർ മൈനസ് r -2 ഈക്വൽ ടു 0 ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. ഈ മൈനസ് നമ്മൾ എടുക്കാറില്ല ഗസ് ചെയ്യുമ്പോൾ അല്ലെ. മൈനസ് വന്നാൽ മൈനസ് എടുക്കില്ല. ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? 2ഉം 1ഉം. ആഡ് ചെയ്യുമ്പോൾ 1 അല്ലെ. ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ 2ഉം -1 കണ്ടോ. സെയിം തന്നെ അല്ലേ. ശരി. അപ്പൊ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആണെന്ന് കിട്ടി. therefore അപ്പൊ ജനറൽ സൊല്യൂഷൻ ഈസ് therefore ജനറൽ സൊല്യൂഷൻ എന്താ? an. ജനറൽ സൊല്യൂഷൻ നമ്മൾ പറയുന്ന an എന്ന് തന്നെയാണ് കേട്ടോ. an is equal to എന്താണ്? alpha 1 r1 raised to, that is 2 raised to n plus alpha 2 minus 1 the whole raised to n. ഓക്കെ. അല്ല alpha 1 and alpha 2 are arbitrary constants ആണ്. അപ്പൊ കഴിഞ്ഞു. അപ്പൊ ജനറൽ സൊല്യൂഷൻ കിട്ടി. പക്ഷെ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലേ. അതായത് a0 എന്ന് പറയുന്നത് 2 ആണെന്നും a1 7 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ തന്നാൽ അതിന്റെ അർത്ഥം ഈ ജനറൽ സൊല്യൂഷനിലെ കോൺസ്റ്റന്റുകളായ ആൽഫ 1ഉം ആൽഫ 2ഉം കണ്ടുപിടിക്കുക എന്നുള്ളതാ. അപ്പൊ ഇത്രയും കഴിഞ്ഞില്ല അല്ലെ. ഇനിയും ഉണ്ട് ചെയ്യാൻ. സോൾവ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തി. പക്ഷെ ബാക്കി ഭാഗം കൂടെ ചെയ്യണം. അതിനെന്ത് ചെയ്യാ? നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ ജനറൽ സൊല്യൂഷൻ. അതിൽ a0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം n-ന് 0 കൊടുത്തു എന്നല്ലേ. അത് ആണോ? n-ന് 0 കൊടുത്താൽ a0 ആകൂലേ. അപ്പൊ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് ഈ n-ന്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? അതായത് a0 ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇനീഷ്യൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക. ദെൻ n-ന് 0 കൊടുക്കുമ്പോൾ ഈ a0യുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് എങ്ങനെ എഴുതാടാ? അതായത് ആൽഫ 1 2 റൈസ് ടു 0 പ്ലസ് ആൽഫ 2 -1 the whole raised to 0 അല്ലെ. -1 the whole raised to 0 which is equal to എന്താ പറഞ്ഞത് 2. കണ്ടോ? കാര്യം മനസ്സിലായോ? a0 ഈക്വൽ ടു a0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം a0 എന്ന് പറഞ്ഞാൽ എന്താ? n-ന് 0 കൊടുക്കുക ഈ ഇക്വേഷനകത്ത്. ആൽഫ 1 2 റൈസ് ടു 0 പ്ലസ് ആൽഫ 2 -1 റൈസ് ടു 0 ഈക്വൽ ടു 2. ഇനി എന്താ? 2 ഇനി നമ്പർ റൈസ് ടു 0 1 അല്ലേ. അപ്പൊ ഇതെല്ലാം 1 ആയി പോയി. ഇത് രണ്ടും 1 ആവുമ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? a1 is equal to 7. അപ്പൊ a1 ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും? n-ന് 1 കൊടുക്കുക അല്ലെ. n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരുവാടാ? ആൽഫ 1 2 റൈസ് ടു 1 പ്ലസ് ആൽഫ 2 -1 റൈസ് ടു 1 is equal to 7 അല്ലെ. അപ്പൊ ഇന്ന് ഇക്വേഷൻ ആക്കിക്കേ. 2 ആൽഫ 1 മൈനസ് ആൽഫ 2 is equal to 7. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ കിട്ടും. ഇതാണ് ഐഡിയ. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ ഇക്വേഷൻസ് അല്ലേ. ഇതും നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. അതും നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ക്ലാസ് കേട്ടാൽ അറിയാം. നമ്മുടെ 0 to infinity ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് 1 എന്ന് പറയുന്നത് 1 ക്ലിക്ക് ചെയ്തതിനു ശേഷം രണ്ടുപേരുടെയും കോൺസ്റ്റന്റ് ഇക്വേഷന്റെ കോൺസ്റ്റന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ABC എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്താണ് ABC എന്ന് പറഞ്ഞാൽ ഇത് ആൽഫ 1ന്റെ കോൺസ്റ്റന്റ് A, ആൽഫ 2ന്റേത് B,
ഇത് ഈക്വൽ ടു സി എന്നുള്ള ഒരു ഫോമില. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ 2 ഇങ്ങനെ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ. 1 1 2 കൊടുക്കുക, അടുത്തത് 2 then -1 then 7. ഓക്കെ, അപ്പൊ രണ്ട് സൊല്യൂഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സിന്റെ വാല്യൂ എക്സ് എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ സൊല്യൂഷൻ വരിക. അതായത് ഒരെണ്ണം 3യും ഒരെണ്ണം -1ഉം. 3യും -1ഉം ആ കിട്ടിയത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ഇതിപ്പോ കാൽക്കുലേറ്ററിൽ ഞാൻ ചെയ്തപ്പോൾ α1 എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്നതാ. α1ന്റെ വാല്യൂ 3യും α2ന്റെ വാല്യൂ -1 വന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അല്ലാണ്ട് തന്നെ സോൾവ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മുടെ ഇക്വേഷൻസ് ഇതൊക്കെയാ. α1 + α2 = 2, 2α1 - α2 = 7. ഓക്കെ, α2 = 7. എങ്ങനെ സോൾവ് ചെയ്യുക? ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ. ആഡ് ചെയ്യുമ്പോൾ തന്നെ α2s ക്യാൻസൽ ആയി പോകും. അപ്പൊ 2α1 + α1, 3α1 = 9. ദാറ്റ് ഇസ് α1 = 3. ഇനി α1 3 ആണെങ്കിൽ ഏതെങ്കിലും ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. α2 എന്താ? 2 - α1, അതായത് 2 - 3 - 1. കണ്ടോ, രണ്ടും സെയിം തന്നെ അല്ലേ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ തന്നെയാണ്. ദെൻ വാട്ട് ഇസ് ദ ജനറൽ സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ an = α1 ന് പകരം 3 അല്ലേ? അപ്പൊ 3 2n അല്ലേ? 3 × എങ്ങനെ എഴുതാം? 3 × 2n പ്ലസ് അടുത്ത α2 എന്ന് വെച്ചാൽ -1 ആണേ. 3 × 2n -1 അല്ലേ? -1 × എന്താണ്? α2 -1 the whole raised n. അപ്പോൾ -1 × അല്ലെങ്കിൽ എന്താണ് -1 ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഈസി ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനാണ്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? an -10 an - 1 പ്ലസ് 25 an - 2 = 0. a0യുടെ വാല്യൂ 0 ആണ്, a1ന്റെ വാല്യൂ 4 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റിക്കറൻസ് റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക അല്ലെ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതുക? r² - 10r പ്ലസ് 25 = 0 അല്ലെ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏത് ഫോമാ. നമ്മുടെ r - 5 the whole square അല്ലേ? അപ്പൊ a² - 2ab + b² എന്ന ഫോമുല. അപ്പൊ r - 5 the whole square = 0. അതിന്റെ മീനിങ് എന്താ? r = അല്ലെ the whole square 0 എന്ന് വെച്ചാൽ രണ്ട് റൂട്ട്സ് ഉണ്ട്. ദാറ്റ് ഇസ് r ന്റെ വാല്യൂ 5 ആണ്. അതായത് റിപ്പീറ്റഡ് റൂട്ട് ആണ്. റിപ്പീറ്റഡ് റൂട്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അല്ലാതെ തന്നെ മനസ്സിലാവും. ഇത് r - 5 the whole square എന്ന് എഴുതാം. അപ്പൊ r - 5 the whole square എന്ന് പറഞ്ഞാൽ 2 റൂട്ട്സ് ആണ്. 5 എന്ന് പറയുന്ന റിപ്പീറ്റഡ് റൂട്ട് ആണെന്നുള്ള മീനിങ് വരും. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ an എന്ന് പറയുന്നത് എങ്ങനെ എഴുതുക? α1 + α2n അല്ലെ? ഞാൻ പറഞ്ഞു എത്ര ടേംസ് ഉണ്ടോ അതനുസരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ 2 ടേം അല്ലേ ഉള്ളൂ, 2 റൂട്ട് അല്ലേ ഉള്ളൂ. ദാറ്റ് ഇസ് α1 + α2n × r⁻n അല്ലേ? അതായത് 5⁻n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. വേണമെങ്കിൽ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ α1 5⁻n പ്ലസ് α2n 5⁻n എന്ന് വരും. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. തീർന്നില്ല അല്ലെ? ഇനീഷ്യൽ വാല്യൂസ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ കോൺസ്റ്റന്റ്സ് കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ a0 = 0 എന്ന് പറഞ്ഞാൽ മീനിങ് ഇതിനകത്ത് നിന്ന് a0 കൊടുത്തേ, അതായത് α1 5⁻0 പ്ലസ് α2 n 5⁻2 അല്ലെ? അതായത് എന്നിനാ നമ്മൾ 0 കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. α2 എന്താണ്? α2 × n 0. അപ്പൊ 0 × 5⁻0 = 0. അപ്പൊ α2 കംപ്ലീറ്റ് അങ്ങ് 0 ആയിപ്പോയി. നമുക്കറിയാം any number raised to 0 1. അപ്പൊ 5⁻0 1 ആ. അപ്പൊ α1ന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ α1ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? a1 = 4. a1 = 4 ആണെങ്കിൽ n ന് 1 കൊടുത്താൽ α1 × 5⁻1 പ്ലസ് α2 × 5⁻1 = 4. അതായത് 5 രണ്ടിൽ നിന്നും 5 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ? 5 × α1 പ്ലസ് α2 = 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ α1 0 അപ്പൊ 5 α2 4 ആണ്. അതിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് എഴുതുവാണെ α2ന്റെ വാല്യൂ 4/5 എന്ന് എഴുതാം. ആണേ, അപ്പൊ രണ്ട് വാല്യൂസും കിട്ടിയോ? α1 0 ആണ്, α2ന്റെ വാല്യൂ 4/5 ആണ്. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. α1 0 അല്ലേടാ, അപ്പൊ ഫസ്റ്റ് ടേം കംപ്ലീറ്റ് പോയി. അപ്പൊ α2 എന്താ? 4/5 n 5⁻n എന്ന് എഴുതാം അല്ലെ? 4/5 n 5⁻n is the answer. സിമ്പിൾ ആണ് അല്ലെ? ഒരുപാട് സമയമൊന്നും എടുത്തില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുത്തു അല്ലെ? അപ്പൊ ഐഡിയ ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ?
ആണല്ലോ. ഓക്കെ, അപ്പം വേറൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പം ഹോമോജീനസിൻ്റെത് ഇത്രയും മതി. ഓക്കെ, കാരണം സിമ്പിൾ ആയിട്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? an is equal to 6an minus 1 minus 12an minus 2 പ്ലസ് 8an minus 3. വീണ്ടും സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണം, അതായത് ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് മാറ്റണം. ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന 3 പേരെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരണം അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരുവാടാ? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുമ്പോഴത്തേക്കും an minus 6an minus 1 പ്ലസ് 12an minus 2 സൈൻ മാറും അല്ലെ, minus 8an minus 3 ഈക്വൽ ടു 0 ആണോ? ഇതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാ, എങ്ങനെ എഴുതാ? ഇവിടെ r⁻0, ഇവിടെ r⁻1, ഇവിടെ r², ഇവിടെ r³ കേട്ടോ. 4 ടേം വരുമ്പോൾ നമ്മുടെ ക്യൂബിക് ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എന്തെഴുതാം? r³ minus 6r² പ്ലസ് 12r minus 8 is equal to 0. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാലോ, കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അതിനകത്ത് കോൺസ്റ്റൻസുകൾ ആരൊക്കെയാന്ന് പറഞ്ഞേ? a എന്ന് പറഞ്ഞാൽ r³ കോഎഫിഷ്യന്റ് അല്ലെ, a equal to 1 ആണ്. b എന്താ? r² കോഎഫിഷ്യന്റ് -6 ആണ്. c എന്താ? r കോഎഫിഷ്യന്റ് 12 ആണ്. d എന്താ? കോൺസ്റ്റന്റ് എന്താ? -8. സൈൻ ഒന്നും മാറിപ്പോവരുത്. അപ്പൊ വീണ്ടും നേരത്തെ പോലെ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ക്യൂബിക് ഇക്വേഷൻ 4 ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന എയും ബിയും സിയുടെയും എന്താണ് ഡിയുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റൂട്ട്സ് ആണ് 2. ആദ്യം x1 = 2 എന്ന് പറഞ്ഞു വന്നു, എന്നിട്ട് വീണ്ടും ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കിലോട്ട് പോയി. അതിന്റെ മീനിങ് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പോവാണെങ്കിൽ മീൻസ് ഈ 2 എന്ന് പറയുന്ന റൂട്ട് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നർത്ഥം. ശരിയല്ലേ? ഒരു റൂട്ട് വന്നു, നമുക്കറിയാം ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ 3 റൂട്ട്സ് ഉണ്ടാവും അല്ലെ. ആ 3 റൂട്ടിൽ ഒന്ന് 2 ആണ്, ബാക്കി വന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ 2 തന്നെയാണ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത്. സോ ഹിയർ ദ റൂട്ട് ഇസ് 2 2 2 2 തന്നെയാണ് അല്ലെ. ദാറ്റ് ഇസ് റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് ഇവിടെ വന്നത്. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതാം? an is equal to ആദ്യം ഒരു α1 മാത്രം 3 പ്രാവശ്യം എഴുതണ്ടേ, 3 ടേം വരും. അപ്പൊ രണ്ടാമത്തെ α2ന്റെ കൂടെ ഒരു n വരും, 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ α3യുടെ കൂടെ എന്ത് വരും? n² വരും ഇൻറ്റു r⁻n, അതായത് 2⁻n. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. കണ്ട ഈസി അല്ലേ? അപ്പൊ ഇതിനെ ഒന്ന് ഭംഗിയാക്കി ബ്രാക്കറ്റ് ഒക്കെ മാറ്റി ഒന്ന് അകത്തോട്ട് കൊടുത്താൽ എല്ലാവരുടെ കൂടെയും ആ 2⁻n കയറി വരും അല്ലെ. അപ്പൊ α2 n 2⁻n പ്ലസ് α3 n² 2⁻n. അങ്ങനെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തു. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ആൻസർ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നമ്മുടെ 3 കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ α1, α2, α3 ഇവരെ കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. സോ അവരെ കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ α1 കണ്ടുപിടിക്കാൻ ആദ്യം അങ്ങനെയല്ല, വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പൊ a0 = -5 കൊടുത്താൽ എങ്ങനെ വരുവാടാ? അതായത് n-ന് 0 കൊടുക്കണം. n-ന് 0 കൊടുത്താൽ, ഇനി ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണ്. n-ന് 0 കൊടുത്താൽ നമുക്കറിയാം ഈ ടേം രണ്ടാമത്തെ ടേമിലും മൂന്നാമത്തെ ടേമിലും n ഇൻറ്റു വരുന്നുണ്ട്. അപ്പൊ n-ന് 0 കൊടുത്താൽ ആ ടേം കംപ്ലീറ്റ് 0 ആവോ? 0 ആവും. അപ്പൊ 2⁻n 2⁻0 എന്ന് വെച്ചാൽ 1 അല്ലേ? ആണോ? അപ്പൊ α1 മാത്രമല്ലേ വരൂ? α1 × 2⁻0. അപ്പൊ α1 is equal to എന്താ? -5. അപ്പൊ α1ന്റെ വാല്യൂ -5 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ α1ന്റെ വാല്യൂ -5 ആണെന്ന് കിട്ടി. റൈറ്റ്, α1ന്റെ വാല്യൂ കിട്ടി. അടുത്തത് a1 is equal to 4 കണ്ടീഷൻ. അപ്പൊ n-ന് വരെ 1 കൊടുക്കുമ്പോൾ 2α1 പ്ലസ് 2α2 പ്ലസ് 2α3 ഈക്വൽ ടു എന്താണ്? 4 എന്ന് വരും. അതിൽ എന്താണ് α1ന്റെ വാല്യൂ -5 ആണെന്ന് എനിക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ -5 കൊടുക്കുമ്പോഴത്തേക്കും അല്ലെ, α1ന്റെ വാല്യൂ എനിക്ക് അറിയാലോ. ദാറ്റ് ഇസ് 2 × -5 പ്ലസ് 2α2 പ്ലസ് 2α3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 2α2 പ്ലസ് 2α3 ഈസ് ഈക്വൽ ടു -10 ആണ്. റൈറ്റ് സൈഡ് പോകുമ്പോൾ +10 ആവും, രണ്ടും കൂടെ ചേർത്ത് 14 ആവും. അപ്പൊ രണ്ടാമത് വേറൊരു ഇക്വേഷൻ ആയിട്ട് എനിക്ക് കിട്ടി. ശരി, ഇത് അവിടെ നിൽക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അതിന് മുമ്പ് 2 ഒന്ന് കോമൺ ആയിട്ട് എടുത്ത് കുറച്ചുകൂടെ ചെറുതാക്കാം അല്ലെ. 2 കോമൺ ആയിട്ട് എടുത്താൽ 2 × α2 പ്ലസ് α3 ഈക്വൽ ടു 14. അതായത് α2 പ്ലസ് α3 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പൊ കുറച്ചുകൂടെ ചെറുതായല്ലോ. ഓക്കെ, അപ്പൊ α2 പ്ലസ് α3 ഈക്വൽ ടു 7 എന്ന് എനിക്ക് കിട്ടി. ഓക്കെ,
അപ്പൊ അതൊരെണ്ണം ആയിട്ടുണ്ടേ. ഇനി അടുത്ത ഇക്വേഷനകത്ത് കൊടുക്കാം. അപ്പൊ A0 ആയി, A1 ആയി. അടുത്ത ഇനി ആരും കൂടെ ഉണ്ടടാ, A2 എന്ന് പറയുന്ന ആള് 88 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ A2 എന്ന് പറയുന്ന ആള് 88 ആണെങ്കിൽ എന്താ കൊടുക്കുക? A2 മീൻസ് n-ന് 2 കൊടുക്കാന്നല്ലേ? A2 മീൻസ് n-ന് 2 കൊടുക്കുക. n-ന് ഇവിടെ 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ അല്ലെ? 2 സ്ക്വയർ ആൽഫ 1 പ്ലസ് എന്താണ് 2 ഇൻറ്റു 2 സ്ക്വയർ ആൽഫ 2 പ്ലസ് അടുത്തത് എന്താണ് n സ്ക്വയർ എന്നല്ലേ? 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 2 ആൽഫ 3 അല്ലെ? സെയിം ആണോ? അപ്പൊ ഇവിടെ 2 ഇൻറ്റു 2 റൈസ് ടു n, ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു n. ഓക്കെ, ഇത്രയും വാല്യൂ കൊടുത്തപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 88 ആണ്. അതായത് 2 സ്ക്വയർ 4 അല്ലെ? അപ്പോൾ 4 ആൽഫ 1 പ്ലസ് 2 സ്ക്വയർ 4 ഇൻറ്റു 2 8 ആൽഫ 2 പ്ലസ് 4 ഇൻറ്റു 4 16 ആൽഫ 3 ഈസ് ഈക്വൽ ടു 88 എന്ന് വന്നു. അതിൽ ആൽഫ 1 ഇതിന്റെ വാല്യൂ ഏതോ അറിയാലോ. ആൽഫ 1 എന്ന് വെച്ചാൽ -5 അല്ലേ? അപ്പൊ 8 ആൽഫ 2 പ്ലസ് 16 ആൽഫ 3 ഈസ് ഈക്വൽ ടു 88. ഈ 4 ആൽഫ 1 റൈറ്റ് സൈഡ് ആവും, -4 ആൽഫ 1 എന്ന് വരും അല്ലെ? ദാറ്റ് ഇസ് 88 -4 ഇൻറ്റു ആൽഫ 1 എന്ന് പറയുമ്പോൾ -5. ദാറ്റ് ഇസ് 88 പ്ലസ് 20 എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ? 88 പ്ലസ് 20 അല്ലേ വരുന്നത്? 108 വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ 8 ആൽഫ 2 പ്ലസ് 16 ആൽഫ 3 ഈസ് ഈക്വൽ ടു 108. ദെൻ വേറൊരെണ്ണം നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ അല്ലെ? അപ്പൊ നമുക്ക് ആൽഫ 1ന്റെ വാല്യൂ കിട്ടി. ഇനി ഇത് രണ്ട് യൂസ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷനും ഈ രണ്ടാമത്തെ ആൽഫ 2 ഏതാണ്? ആൽഫ 2 പ്ലസ് ആൽഫ 3 ഈക്വൽ ടു 7. ഇത് രണ്ടും ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ നമുക്ക് അല്ലാണ്ട് സോൾവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു 8 മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം അല്ലെ? എന്ത് ചെയ്താൽ മതി? ഇത് ഇക്വേഷൻ നമ്പർ 2ഉം ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്ത് വരും? 8 ആൽഫ 2 പ്ലസ് 16 ആൽഫ 3 ഈസ് ഈക്വൽ ടു 108 എന്നും വരും. രണ്ടാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആൽഫ 2 പ്ലസ് 8 ആൽഫ 3 ഈക്വൽ ടു 56 അല്ലെ? അപ്പൊ മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 8 ആൽഫ 3 ഈക്വൽ ടു 52 ആണോ? 108 മൈനസ് 56 52 വന്നു. അപ്പൊ ആൽഫ 2 എന്ന് പറയുമ്പോഴത്തേക്ക് 52/8 കുറച്ചുകൂടെ ചെറുതാക്കുമ്പോൾ എനിക്കൊന്ന് 13/2 എന്ന് വരും. ഓക്കെ, 13/2. ഓക്കെ, അപ്പൊ ആൽഫ 2 13/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫ 2 പ്ലസ് ആൽഫ 3 ഈസ് ഈക്വൽ ടു 7 അല്ലേ? അതിനകത്ത് ആൽഫ 3ക്ക് 7 മൈനസ് ആൽഫ 2 എന്ന് എഴുതാം. അതായത് 7 മൈനസ് 13/2 ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 മൈനസ് 13, അതായത് 1/2 എന്ന് കിട്ടി. അപ്പൊ ആൽഫ 3യുടെ വാല്യൂ 1/2 എല്ലാം ആയില്ലേ? എല്ലാ വാല്യൂസ് ആയി. ഇനി നമുക്ക് നേരെ ഈ ജനറൽ സൊല്യൂഷൻ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റാർട്ടിംഗിൽ എഴുതുവാണേ. therefore ജനറൽ സൊല്യൂഷൻ an is equal to ആൽഫ 1 എന്തായിരുന്നു? -5 ഇൻറ്റു 2 പവർ n അല്ലെ? -5 ഇൻറ്റു 2 പവർ n. ഇനി അകത്തോട് വേണ്ട, നമുക്ക് ഹോൾ പവർ ഇട്ട് ഇതിനകത്ത് കൊടുക്കാം. ഇതിനകത്ത് കൊടുത്തിരുന്നാൽ മതി. ആൽഫ 1 എന്താ? -5 പ്ലസ് ആൽഫ 2 എന്താണ്? ആൽഫ 2 എന്ന് പറയുന്നത് ഏതാ? 13/2. ഓക്കെ, പ്ലസ് 13/2n. അടുത്ത ആൽഫ 3 എന്ന് പറയുന്നതോ? ആൽഫ 3 1/2 ആണ്. 1/2 പ്ലസ് 1/2 എന്താ? ആൽഫ 3 എന്ന് പറയുന്നത് 1/2 അല്ലെ? n സ്ക്വയർ ഇൻറ്റു 2 പവർ n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് അത്യാവശ്യം ലെങ്തി ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. കുറച്ച് സമയം എടുത്തു, എങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അങ്ങനെ വലിയ പാടുള്ള കേസൊന്നും അല്ല, പക്ഷെ കുറച്ച് സമയം എടുക്കും അല്ലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ലീനിയർ നോൺ ഹോമോജിനസ് റിക്കറൻസ് റിലേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നോൺ ഹോമോജിനസ് ആണ് നമുക്ക് ഒരു എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു എസ്സേ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങളോട് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ M Sigma Googleum 0 to Infinity ഭാഗമായി 5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതിൽ 3 കോടി എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് അല്ല, അത് കംപ്ലീറ്റ്ലി ഒരു എഡ്യൂക്കേഷണൽ ഗ്രാന്റ് ആണ്. നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം എഴുതി പാസ്സാവുന്ന ആദ്യത്തെ 100 സ്റ്റുഡൻസിന് അവരുടെ കംപ്ലീറ്റ് കോളേജ് ഫീസ് എം സിഗ്മ ഗോകുലം പേ ചെയ്യും. അത് മാത്രമല്ല, ബാക്കി 2 കോടി എന്ന് പറയുന്നത് നമ്മുടെ 0 to Infinity കോഴ്സിൽ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ 10,000 സ്റ്റുഡൻസിന് ഫീ കൺസെഷനോട് കൂടി നമ്മുടെ എം സിഗ്മ ഗോകുലം 0 to Infinity ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇങ്ങനെ ഒരു ഐഡിയ വന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 0 to Infinity ബാച്ച്, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം, 0 to Infinity ബാച്ചിൽ അവർ 8,000 സ്റ്റുഡൻസോളം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അവർ ആദ്യം ജോയിൻ ചെയ്ത കുറച്ച് പേർക്കും ബാക്കി എല്ലാവരും ഒരു ഫീ കൺസെഷനോട് കൂടിയാണ് പഠിച്ചത് അല്ലെ. അപ്പോൾ അവർക്ക് ഏർലി ബേർഡ് ഓഫർ ഒക്കെ ആയിട്ട് റിഡക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മോസ്റ്റ്ലി നമ്മുടെ എൻക്വയറീസ് വരുന്നതാണെങ്കിലും നിങ്ങളുടെ യൂട്യൂബിലെ കമന്റ്സ് ആണെങ്കിലും അവർക്ക് നമ്മുടെ ബാച്ചിലും പുതിയ ബാച്ചിനും എന്താണ് ഫീ കൺസെഷൻ വേണം എന്നുള്ള നല്ല രീതിയിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിക്വസ്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ തരുന്നത്. ആ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന 10,000 സ്റ്റുഡൻസിന് നമ്മുടെ 0 to Infinity കോഴ്സ് ഫീ കൺസെഷനോട് കൂടി നിങ്ങളുടെ സീനിയേഴ്സ് പഠിച്ച അതേ ഫീ കൺസെഷനോട് കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ്, ഇത് മിസ്സാക്കരുത്. ആദ്യം വരുന്ന 10,000 സ്റ്റുഡൻസ് ആണ്, മിസ് ചെയ്യരുത്. എല്ലാവരും എക്സാം എഴുതുക, നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകുക. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ യൂസ്ഫുൾ ഇൻഫോർമേഷൻ ആണ്, എല്ലാവരും എന്താണ് നമ്മുടെ ടെസ്റ്റ് എഴുതാൻ നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ബാക്കി പഠിച്ചാലോ. എന്താണ് നോൺ ഹോമോജിനസ് റിക്കറൻസ് റിലേഷൻസിന്റെ സൊല്യൂഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റിന്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഹോമോജിനസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോൺ ഹോമോജിനസിന്റെ സൊല്യൂഷന് 2 പാർട്ട് ഉണ്ട്. അപ്പൊ സൊല്യൂഷൻ ഹാസ് 2 പാർട്സ്. ഓക്കെ, നോൺ ഹോമോജിനസ് റിക്കറൻസ് റിലേഷന്റെ സൊല്യൂഷന് 2 പാർട്ട് വരുന്നുണ്ട്. ഈ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ സൊല്യൂഷൻ an-നെ നമുക്ക് സം y raised to h ഹോമോജീനസിന്റെ സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് എഴുതാം. ഇതിന് വേറൊരു രീതിയിലും പറയാറുണ്ട്, CF plus PI എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതായത് ഈ y raised to h എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ ഓഫ് ഹോമോജീനസ് റിക്കറൻസ് അല്ലെ, സൊല്യൂഷൻ ഓഫ് ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്ന ഈക്വൽ ടു 0 വരുന്ന ആൾക്കാരല്ലേ. അപ്പൊ ആ ഹോമോജീനസ് ആയിട്ടുള്ള റിക്കറൻസ് റിലേഷന്റെ സൊല്യൂഷൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കില്ല, അതിനെയാണ് ഈ y raised to h എന്ന രീതി പേര് മാറ്റി കൊടുത്തത്. ഇനി YP എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ f(n) ഈക്വൽ ടു കഴിഞ്ഞിട്ട് 0 അല്ലാണ്ട് വരുന്ന ആ ഫംഗ്ഷൻ ഇല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് YP നമ്മൾ കണ്ടുപിടിക്കുന്നത്, പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതിയാലേ നമ്മുടെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓർക്കുക, നോൺ ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ വരും, y raised to h പ്ലസ് y raised to p അല്ലാതെ, അതായത് CF plus PI. y raised to h എന്ന് വെച്ചാൽ എന്താ, ഹോമോജീനസിന്റെ സൊല്യൂഷൻ പ്ലസ് y raised to p എന്ന് പറഞ്ഞാൽ f(n)ന്റെ ഭാഗമായിട്ട് വരുന്ന സൊല്യൂഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലേ ഫൈനൽ സൊല്യൂഷൻ ആകുള്ളൂ. അപ്പൊ ഇതിന്റെ പകുതി y raised to h ഹോമോജീനസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി പാർട്ട് മാത്രം കൂടുതൽ അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി y raised to p വരുന്നതിന് കുറച്ച് പെർട്ടിക്കുലർ കേസുകളുണ്ട്. അതായത് നമ്മുടെ f(n) എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ വരുന്നത്. അതിന്റെ ഫോം ഒന്ന് നമുക്ക് നോക്കി വെക്കാം. അതായത് f(n) എങ്ങനെ വന്നാൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ വരുന്നു, അപ്പൊ അതിനൊരു ഫോം നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ f(n) അതിൽ വരുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പോൾ f(n) ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. f(n) k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ a മാത്രമേ വരുള്ളൂ. ഇനി f(n) എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ സം a1n പ്ലസ് a0 എന്ന ഫോമിൽ എഴുതും. അടുത്ത n² എന്ന് പറയുന്ന പോളിനോമിയൽ ആണെങ്കിലോ, n² ആണെങ്കിൽ 3 ടേം വരെ, അതായത് a2n² പ്ലസ് സം a1n പ്ലസ് a0. കണ്ടോ, ഈ ഒരു ഫോമിൽ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എപ്പോഴും a0 a1 ഒന്നും അയക്കണമെന്നൊന്നുമില്ല, നമുക്ക് ABC ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ കോൺസ്റ്റന്റ് ആണ് f(n) വരുന്നതെങ്കിൽ അവിടുത്തെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ, a. ശരിക്കും ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുന്നതിന് നമുക്ക് 1 മാർക്ക് കിട്ടും കേട്ടോ. എന്താണെന്ന് ഗസ് ചെയ്ത് എഴുതുക. കാരണം f(n)ന്റെ ബേസിസിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഗസ് ചെയ്യല ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ f(n) k ആണെങ്കിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ a വരും, ഒരു കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ്. n പോളിനോമിയൽ ആണ് വരുന്നതെങ്കിൽ സം a1n പ്ലസ് a0 കോൺസ്റ്റന്റ് വരുന്ന ടേം. അടുത്ത n² എന്നാണ് വരുന്നതെങ്കിൽ a2n² പ്ലസ് a1n പ്ലസ് a0 എന്ന് വരും. ഇനി വേറൊരു ഫോം കൂടി ഉണ്ട്, r raised to n എന്നാണ് വരുന്നതെങ്കിൽ ar raised to n എന്ന് വരും. അപ്പൊ ഇത്രയും ഫോമാണ് മെയിൻലി എന്ത് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വരുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ f(n) ഇതിൽ ഏതെങ്കിലും ഫോമിലായിരിക്കും നമ്മുടെ ക്വസ്റ്റിനകത്ത് f(n) കാണുന്നത്. അപ്പൊ ഇതിൽ ഏതാണെന്ന് മനസ്സിലാക്കുക, അതിന് കറസ്പോണ്ടിങ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുക. അപ്പൊ ഇത് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് മാർക്ക് കിട്ടും. വെരി ഇമ്പോർട്ടന്റ്. ആകെ ഇത്രയും 4 പേരെ കാര്യം മാത്രം ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി.
ശരി, ഇനി ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ YP കണ്ടുപിടിക്കുമ്പോൾ ഒരു നോട്ടായിട്ട് നിങ്ങൾ എഴുതിക്കോണേ. ഇഫ് the assumed y raised to p, yp എന്നാ ഞാൻ പറയുന്നത്, y raised to p is already a part of y raised to h, then multiply y raised to p by n. ഇതാണ് ഐഡിയ. വെരി ഇമ്പോർട്ടന്റ്, ഒരു നോട്ടായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? മീനിങ് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ YP ഞാൻ പറഞ്ഞു, YP ഗസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. y raised to h ഹോമോജീനസിന് കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുക വെക്കുമല്ലോ. ഈ രണ്ട് ടേമും തമ്മിൽ അല്ലെ, ഓൾറെഡി നമ്മൾ YP കണ്ടുപിടിച്ച് അസ്യൂം ചെയ്യുന്ന ടേം ഓൾറെഡി y raised to h ഉള്ള ടേം ആണെങ്കിൽ, ഹോമോജീനസ് സൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ ഈ y raised to p ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവർ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകണം. ഒരേ ആൾക്കാരാണെങ്കിൽ നമ്മൾ എങ്ങനെയാ സൊല്യൂഷൻ ആഡ് ചെയ്ത് വെച്ച് എഴുതേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം എഴുതിയാൽ പോരെ. അപ്പോൾ ഹോമോജീനസിന്റെ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും നമ്മൾ ഗസ് ചെയ്യുമ്പോൾ ഒരേ ടേം വന്നാൽ പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ഒരു n മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ടേം മാറ്റും. അതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ഓൾറെഡി അവിടെ ഉള്ള ടേം ആണെങ്കിൽ വീണ്ടും ഒരു n മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും, മനസ്സിലായി. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചത് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, നമ്മൾ സ്റ്റാർട്ടിങ് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഏതായിരുന്നു? an-3 an-1 പ്ലസ് 2an-2 ഈക്വൽ ടു 0. ഹോമോജീനസ് പറഞ്ഞതാ, ഈക്വൽ ടു സം 2 raised to n ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? r² - 3r പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഓർമ്മയുണ്ടോ? ആറിന്റെ റൂട്ട്സ് 1 ഉം 2 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹോമോജീനസ് സൊല്യൂഷൻ എങ്ങനെ കിട്ടും? α1 1 raised to n പ്ലസ് α2 2 raised to n, ഇങ്ങനെയല്ലേ കിട്ടുന്നേ? ഇവിടുത്തെ f of n എന്താണ്? f of n മനസ്സിലായോ? നോൺ ഹോമോജീനസ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? നമ്മൾ ഇതുവരെയും ചെയ്തത് an-ന്റെ ടേമുകൾ മാത്രമേ വന്നുള്ളൂ, ഈക്വൽ ടു 0 വന്നു. പക്ഷെ ഇവിടെ ഈക്വൽ ടു 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇത് ഏത് ഫോമില? നോൺ ഹോമോജീനസ് ഫോമിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടുത്തെ f of n ആരാടാ? 2 raised to n. അപ്പൊ f of n ഏത് ഫോമില? നമ്മുടെ ടേബിൾ നോക്കിക്കേ. f of n ഈ 2 raised to n എന്ന് പറയുന്ന ഏത് ഫോമില? അതെ, r raised to n എന്ന ഫോമിൽ. ശരിയാണോ? അപ്പൊ f of n ഏത് ഫോമില? r raised to n എന്ന ഫോമില. f of n r raised to n എന്ന ഫോമിലാണെങ്കിൽ നമ്മുടെ y raised to p പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ ഗസ് ചെയ്യണ്ടേ? a r raised to n എന്നാ വരേണ്ടേ. r raised to n ന്റെ കൂടെ ഒരു a കൂടെ കോൺസ്റ്റന്റ് കൂടെ ചേർക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതായത് y raised to p എങ്ങനെ വരണം? a 2 raised to n എന്ന് വരണം. ഇതാണ് ഗസ് ചെയ്യുമ്പോൾ വരേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഗസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കണം ഹോമോജീനസും YPയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം വന്നാൽ നമ്മൾ അങ്ങനെ പറ്റത്തില്ല. ഓക്കേടാ, ഇവിടെ 2 raised to n നിങ്ങൾ നോക്കിക്കോണേ. ഈ a എന്ന് പറയുന്നതും ഈ α1 α2 എന്നൊക്കെ പറയുന്ന കോൺസ്റ്റന്റ്സ് അതെല്ലാം ഒന്നാ. കോൺസ്റ്റന്റിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ, അതെല്ലാം കോൺസ്റ്റന്റ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ദേ ഈ 2 raised to n എന്ന ടേം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ 1 raised to n ആണ്, ഇവിടെ 2 ഇതാ കണ്ടോ. അപ്പൊ ഈ രണ്ട് ടേമും സിമിലർ അല്ലേ? ആണ്. ഇങ്ങനെ വന്നാൽ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. കാര്യം മനസ്സിലായോ? ഹോമോജീനസ് സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും സിമിലർ ടേം വരാൻ പാടില്ല. വന്നാൽ എന്ത് ചെയ്യണം? y raised to p ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ y raised to p എന്തായിട്ട് മാറി? an 2 raised to n. ഇനി സിമിലർ ടേം ആയോ? ഇനി n 2 raised to n എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ പ്രോബ്ലം സോൾവ്. ഇനി വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ഐഡിയ. ഇപ്പൊ ഓക്കെ അല്ലെ? അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റിനകത്ത് ഇത് വരുമ്പോൾ ഈ ഒരു ഐഡിയ ശ്രദ്ധിക്കണം. ഇതായിരിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ വരുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഈ YP എഴുതുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഫസ്റ്റ് മാർക്ക്, ഒരു മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന് മാത്രം ഒരു മാർക്ക് എന്താണ് മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുപോലെ ഈ n മൾട്ടിപ്ലൈ ചെയ്താൽ മറന്നു കഴിഞ്ഞാൽ ബാക്കി ആൻസർ കംപ്ലീറ്റ് തെറ്റത്തില്ലേ? അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഓരോന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ? അപ്പൊ ഇത്രയുള്ള ഐഡിയ നിങ്ങൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന FN ഏതാണ്, അതിന് കറസ്പോണ്ടിങ് പെർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാൻ അറിയുക. y raised to ഹോമോജീനസിന്റെ സൊല്യൂഷനും നമ്മൾ ഗസ് ചെയ്ത പെർട്ടിക്കുലർ സൊല്യൂഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്, ഏതെങ്കിലും ടേം സിമിലർ ഉണ്ടെങ്കിൽ ആ ടേം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഐഡിയ. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദ റിക്കറൻസ് റിലേഷൻ. ഓക്കെ, an + 2
പ്ലസ് 3an പ്ലസ് 1 പ്ലസ് 2an ഈക്വൽ ടു 3 റേസ് ടു n. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഹോമോജീനസ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഈക്വൽ ടു കഴിഞ്ഞിട്ട് an-ന്റെ ടേം അല്ലാണ്ട് വേറൊരു ടേം ഉണ്ട്, എഫ് ഓഫ് എൻ എന്ന ഫോമിൽ ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് ഇത് ഏതൊക്കെ ഫോമാ? നോൺ ഹോമോജീനസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇതിന് ആദ്യം നമുക്ക് ഹോമോജീനസിന് കറസ്പോണ്ടിങ് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എന്താണ്? ദിസ് ഇസ് എ, ഇതൊന്നും എഴുതണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ദിസ് ഇസ് എ നോൺ ഹോമോജീനസ്. അതെനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അല്ലെ. നോൺ ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ എഴുതുക. കറസ്പോണ്ടിങ് ഹോമോജീനസ് റിക്കറൻസ് റിലേഷൻ ഈസ്, ഇതിന് കറസ്പോണ്ടിങ് ഹോമോജീനസ് എഴുതുക എന്ന് വെച്ചാൽ an ഉള്ള ടേമുകൾ മാത്രം എഴുതുക. ബാക്കി ആ എഫ് ഓഫ് എന്നിന് പകരം എന്ത് കൊടുത്താൽ മതിയടാ? 0 കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഹോമോജീനസ് ഇക്വേഷൻ. ഇനി എന്ത് എഴുതണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ എന്ത് ചെയ്യണം? നമ്മുടെ r പവർ 0, r പവർ 1, r പവർ 2 മൂന്ന് ടേം ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ആണ്. ദാറ്റ് ഇസ് r സ്ക്വയർ പ്ലസ് 3r പ്ലസ് 2 ഈക്വൽ ടു 0. സൊല്യൂഷൻ കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യാ? ഗസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഇവിടെ നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മൾ ഗസ് ചെയ്യുന്ന കറക്റ്റ് എടുക്കേണ്ടത്. അതായത് ശരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ് കേട്ടോ. ax സ്ക്വയർ മൈനസ് bx പ്ലസ് c ഈക്വൽ ടു 0 വരുമ്പോഴാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിയും കിട്ടുന്ന രണ്ട് നമ്പർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ -3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം എന്നുള്ള രീതി വേണം ഗസ് ചെയ്യാൻ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ്. ആഡ് ചെയ്യുമ്പോൾ -3 ഇട്ടണമെങ്കിൽ രണ്ടുപേർക്ക് നെഗറ്റീവ് കൊടുത്താൽ പോരെ. അപ്പൊ നമ്മുടെ റൂട്ട്സ് ഏതൊക്കെയാടാ? -2ഉം -1ഉം. എങ്ങനെയാ? ഡിസ്റ്റിങ്ക്റ്റ് ആണോ? അതെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. റിയൽ നമ്പറുമാണ്, ഡിസ്റ്റിങ്ക്റ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് എഴുതാൻ പറ്റില്ല. എങ്ങനെ എഴുതണം? y⁻h ഹോമോജീനസ് സൊല്യൂഷനേ ആകുന്നുള്ളൂ. മറ്റേതാണെങ്കിൽ നമ്മൾ ഇവിടെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതുമായിരുന്നു? an⁻h എന്ന് എഴുതുമായിരുന്നു അല്ലെ. എനിക്കൊന്ന് നേരത്തെ ഞാൻ yp എന്നാണോ ഇവിടെ എഴുതി? ഇവിടെ an ആണ് കേട്ടോ. എയുടെ ടേമിൽ തന്നെ എഴുതുക. a⁻h ഉം a⁻p തന്നെ എഴുതാം കേട്ടോ. കാരണം y വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആവും. ഇവിടെ a കൊടുത്താൽ മതിയേ. വേറെ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. a⁻h വെച്ചിട്ട് എടുത്ത ഇവിടെ സൊല്യൂഷൻ എഴുതിയപ്പോൾ yh ഇതേ. ഓക്കെ, ആ വേരിയബിൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കാരണം നമ്മൾ a അല്ലേ നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ a⁻h ഉം a⁻p എന്ന് എഴുതിയാൽ മതിയേ കേട്ടോ. ഓക്കെ, സൊല്യൂഷൻ. അപ്പൊ an⁻h. അപ്പൊ an⁻h എന്ന് പറഞ്ഞാൽ എന്താ? α1 -2 the whole raised to n പ്ലസ് α2 -1 the whole raised to n. അപ്പോൾ കറസ്പോണ്ടിങ് ഹോമോജീനസ് സൊല്യൂഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്താ ശരിക്കും? ജനറൽ സൊല്യൂഷൻ an എന്ന് പറയുന്നത് an⁻ ഹോമോജീനസ് സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ആരെ വേണം? an⁻p വേണം. അപ്പൊ an⁻p കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടെ? പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആദ്യം നോക്കേണ്ട എഫ് ഓഫ് എൻ അല്ലെ. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എൻ എന്താ? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 3n. അത് ഏത് ഫോമിലാ? സം r⁻n എന്ന ഫോമിലല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ an⁻p എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? r⁻n കറസ്പോണ്ടിങ് എങ്ങനെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ വരിക? r⁻n. അപ്പൊ a × 3n. ഇനി നോക്കേണ്ടത് ഈ ഹോമോജീനസിലും പെർട്ടിക്കുലറും കോമൺ ആയിട്ട് സൊല്യൂഷൻ ഉണ്ടോ? 3n എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. -2ഉം -1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇവർ തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പം പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ an⁻p ഫിക്സഡ് ആക്കി. അപ്പൊ കിട്ടി, കഴിഞ്ഞു അവിടെ അല്ലേ. ഇനി നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പൊ ഐഡിയ മനസ്സിലായോ? ഓക്കെ, അപ്പൊ an⁻p പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്ന് എഴുതി മനസ്സിലായോ? a × 3n. ഇനി നമ്മുടെ ജോലി കോൺസ്റ്റന്റുകൾ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം ഈ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷനകത്ത് വരുന്ന a കണ്ടുപിടിക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ആൽഫാസിനെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റഡ്. റൈറ്റ്. അപ്പൊ ഇനി a കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ an⁻p എന്ന് പറയുന്ന ഈ വാല്യൂ കംപ്ലീറ്റ്ലി നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മുടെ ഇക്വേഷൻ എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. വേറെ ഒരു മാറ്റം ഒന്നും വരുത്തുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണോ അത് അതുപോലെ ഞാൻ എഴുതുന്നു. അപ്പൊ an+2 പ്ലസ് 3an+2 അല്ലെ, an+1 അടുത്ത് പ്ലസ് 2an ഈക്വൽ ടു എന്തായിരുന്നു?
3 ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താക്കി മാറ്റാൻ പോവാ, an പവർ പിയിലോട്ട് മാറ്റാൻ പോവാ. ഓക്കെ, എല്ലാവർക്കും ഒരു പവർ പി കൊടുക്കുന്നു. ഓക്കെ, എന്തിനാ ഞാൻ ചെയ്യാൻ പോകുന്നത്, n⁻p എനിക്ക് കിട്ടി, ബട്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാൻ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി എല്ലാവർക്കും p പവർ കൊടുത്തു. അപ്പൊ ഇനി വാല്യൂസ് നമുക്ക് കൊടുക്കാം. an+2p എന്ന് പറഞ്ഞാൽ എന്താ, an⁻p എന്ന് വെച്ചാൽ 3a × 3n. അതായത് ഇവിടെ n വന്നപ്പോൾ 3യുടെ പവർ n വന്നു. അപ്പൊ ഇവിടെ n+2 വന്നാൽ എന്ത് വരും, 3യുടെ പവറിലും n+2 വരും. കഴിഞ്ഞില്ലേ? പ്ലസ് അടുത്ത ഇവിടെ n+1 വന്നാൽ 3a, 3യുടെ പവറിലും n+1 വരും. പ്ലസ് 2 ഇവിടെ n വന്നാൽ 3യുടെ പവറിലും a × 3യുടെ പവറിൽ n വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3n. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, സെയിം ആയിട്ടുള്ള കോഎഫിഷ്യൻസുകൾ ഇക്വേറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ, ഒന്ന് ഭംഗിയാക്കാം. ദാറ്റ് ഇസ് a × ഈ 3n+2 എങ്ങനെ എഴുതാടാ, a⁻m+n എന്ന് പറഞ്ഞാൽ എന്താ, a⁻m × a⁻n അല്ലേ. ദാറ്റ് ഇസ് 3n × 3² എന്ന് എഴുതി. പ്ലസ് 3a × 3n+1 എങ്ങനെ എഴുതാം, 3n × 3 പ്ലസ് 2a × 3n ഇസ് ഈക്വൽ ടു 3n. അപ്പൊ നമ്മൾ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്റെ ജോലി ഈ 3n ഈക്വൽ ടുന്റെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെയുള്ള ആൾക്കാരെ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ 3n കോഎഫിഷ്യൻസിന് എനിക്കൊന്ന് ഇക്വേറ്റ് ചെയ്തൂടെ. ദേ 3n കൂടെ നിൽക്കുന്ന ആൾ ഇവിടെ 1 ആണ്. ഇവിടെ 3n കോഎഫിഷ്യന്റ് ഇതാ 2a. ഇവിടെ ആരൊക്കെയുണ്ട്, ദേ ഇവർ ഇത്രയും പേര്. ഇവിടെ ആരൊക്കെയുണ്ട്, ദേ ഇവിടെ ഇത്രയും പേര്. അപ്പൊ ഇവരെ ഇക്വേറ്റ് ചെയ്തൂടെ എനിക്ക്. ഇവരെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുവാടാ, നോക്കിക്കേ. എന്താണ് 3n കോഎഫിഷ്യൻസ്, ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് 3n കോഎഫിഷ്യൻസ് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാ. സോ അപ്പൊ ആദ്യത്തെ ടേമിൽ ആരൊക്കെ ഉണ്ട്, a × 3² പ്ലസ് രണ്ടാമത്തെ ടേമിലോ 3 × 3 9a പ്ലസ് മൂന്നാമത്തെ ടേമിലോ 2a ഇസ് ഈക്വൽ ടു, ഇവിടെ 3n കൂടെ ആരാ ഉള്ളത്, 1 ആണോ. അപ്പോ 3² 9 അല്ലേ. അപ്പൊ 9a പ്ലസ് 9a പ്ലസ് 2a ഇസ് ഈക്വൽ ടു 1. അപ്പോ 20a ഇസ് ഈക്വൽ ടു 1 where a is equal to 1/20. അപ്പൊ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ 1/20 ആണെന്ന് കിട്ടി, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ an⁻p എന്തായിരിക്കും ഇവിടെ, an⁻p എന്ന് വെച്ചാൽ 1/20 3n. ദിസ് ഇസ് ദ ആൻസർ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ജോലി കഴിഞ്ഞു അല്ലെ. നമ്മുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു, നമ്മുടെ ഈ an⁻pയുടെ കൂടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. കൂടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ഞാൻ കണ്ടുപിടിച്ചു 1/20. അപ്പൊ ആൻസർ ആയി. ശരിക്കും തീർന്നോ, തീർന്നില്ല. എസ്സേ അല്ലേ, കുറച്ചുകൂടെ സമയം എടുക്കും. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ഡീറ്റെയിലും കവർ ചെയ്ത് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏതും പറ്റും, വെരി ഷുവർ. ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് സമയം എടുത്ത് പറയുന്നത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ an⁻pയുടെ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമായിരുന്നു, അയാളെ ഞാൻ കണ്ടുപിടിച്ചു. തീർന്നോ ജോലി, തീർന്നില്ല. തീർന്നില്ല എന്ന് വെച്ചാല് ഇനി എന്ത് ചെയ്യണം, ദേ നമ്മുടെ ജനറൽ സൊല്യൂഷനകത്ത് കൊടുത്തിട്ട് ഈ α1 α2 ഇവിടെ കണ്ടുപിടിക്കണ്ടേ. അതിനാണ് ദേ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റിനകത്ത്. അപ്പൊ നമ്മുടെ അടുത്ത ജോലി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ therefore general solution is general solution എന്താ, general solution is രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതാം അല്ലെ. an is equal to an power h അല്ലെ, an power h plus an power p which is equal to, അതായത് an is equal to an power h ഹോമോജീനസിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും α1 minus α1 into -2 the whole raised to n plus α2 into -1 the whole raised to n plus n⁻p എന്താ 1/20 into 3 raised to n. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. അപ്പൊ തീർന്നോ, ഇനിയും തീർന്നില്ല. ഇനി ജോലി α1 α2 ഇതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ α1 നമുക്ക് അതിന് തന്നിട്ടുള്ള കണ്ടീഷൻ a0 = 0 a1 = 1 ആണേ. അപ്പൊ a0 = 0 a1 = 1 ഈ രണ്ട് കണ്ടീഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ a0 = 0 എന്ന് പറഞ്ഞാൽ when n = 0, n 0 ആവുന്ന കണ്ടീഷനാ. മൊത്തം n-ന് 0 കൊടുത്തേ. അപ്പൊ n-ന് 0 കൊടുത്താൽ നമുക്കറിയാം any number raised to 0 1 അല്ലേ, അതായത് എല്ലാം 1 ആയി പോകും. ദാറ്റ് ഇസ് α1 + α2
പ്ലസ് 1/20 ഈക്വൽ ടു 0. അതിൽ നിന്ന് ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈസ് ഈക്വൽ ടു മൈനസ് 1/20 എന്ന് കിട്ടും. ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ a1 ഇസ് ഈക്വൽ ടു 1. അതായത് എന്നിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. എന്നിന് 1 കൊടുത്താൽ മൈനസ് 2 ആൽഫ 1 then മൈനസ് ആൽഫ 2 3n അല്ലേ, ദാറ്റ് ഇസ് പ്ലസ് 3/20 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. അപ്പോൾ മൈനസ് 2 ആൽഫ 1 മൈനസ് ആൽഫ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/20. ഓക്കെ, ദാറ്റ് ഇസ് മൈനസ് 2 ആൽഫ 1 മൈനസ് ആൽഫ 2 ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 17/20 വരും. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അതായത് ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെലക്ട് ചെയ്യുക, ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഒരാൾ പ്ലസും മൈനസും അല്ലേ. അപ്പം ഞാൻ ഒന്നുകൂടെ എഴുതാം. ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈസ് ഈക്വൽ ടു മൈനസ് 1/20 മൈനസ് 2 ആൽഫ 1 മൈനസ് ആൽഫ 2 ഈസ് ഈക്വൽ ടു 17/20. ആഡ് ചെയ്യുമ്പോൾ ആൽഫ 2 ക്യാൻസൽ ആവും. ആഡ് ചെയ്യുമ്പോൾ മൈനസ് ആൽഫ 1 അല്ലേ ഈക്വൽ ടു, ആഡ് ചെയ്യുമ്പോൾ എന്താ സെയിം ഡിനോമിനേറ്റർ അല്ലേ, ദാറ്റ് ഇസ് 16/20 എന്ന് വരും. അതായത് ആൽഫ 1ന്റെ വാല്യൂ 16/20, അതായത് 8/10, അതായത് 4/5. ഓക്കെ, അപ്പൊ ആൽഫ 1ന്റെ വാല്യൂ നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ആൽഫ 1ന്റെ വാല്യൂ മൈനസ് 4/5. അപ്പൊ ആൽഫ 2 എന്തായിരിക്കും ഇവിടെ? ഈ ഏതെങ്കിലും ഇക്വേഷനകത്ത് തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. ആൽഫ 1ന്റെ വാല്യൂ മൈനസ് 4/5 ഇതാണ് അല്ലെ, മൈനസ് 4/5. ആൽഫ 2ന്റെ കിട്ടാൻ മൈനസ് 1/2 20 മൈനസ് ആൽഫ 1 അല്ലെ. അപ്പൊ ഇത് ഇങ്ങോട്ട് എടുക്കുവാണേ, ഇവിടെ എഴുതാം. അപ്പൊ ആൽഫ 2 ഈസ് ഈക്വൽ ടു മൈനസ് 1/20 മൈനസ് ആൽഫ 1 അല്ലേ. ഓക്കെ, മൈനസ് ആൽഫ 1 എന്ന് പറയുമ്പോൾ ആൽഫയുടെ വാല്യൂ മൈനസ് ഉണ്ട്. അപ്പൊ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആകും 4/5. അപ്പൊ ആൽഫ 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ 2ന്റെ വാല്യൂ ഇവിടെ 20 ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. ദാറ്റ് ഇസ് മൈനസ് 1 പ്ലസ് 4 × 4 16/20, അതായത് 15/20 അല്ലെ. 15/20 എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും 5 വെച്ചിട്ട് 3 4, അപ്പൊ 3/4. അപ്പൊ ആൽഫ 2ന്റെ വാല്യൂ 3/4ഉം ആൽഫ 1ന്റെ വാല്യൂ മൈനസ് 4/5ഉം കിട്ടി. വീണ്ടും തീർന്നില്ല, ജനറൽ സൊല്യൂഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ. therefore an is equal to, ഓക്കെ എഴുതാണ്. ആൽഫ 1 എന്താ കിട്ടിയത്? മൈനസ് 4/5 മൈനസ് 4/5. ആൽഫ 2 എന്താ കിട്ടിയത്? 3/4. ഓക്കെ, അപ്പൊ നമ്മുടെ സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? ദാറ്റ് ഇസ് മൈനസ് 4/5 ഇൻറ്റു മൈനസ് 2 the power n അല്ലെ, മൈനസ് 2 the whole power n പ്ലസ് 3/4 ഇൻറ്റു മൈനസ് 1 the whole raised to n പ്ലസ് 1/20 ഇൻറ്റു 3 raised to n. ദിസ് ഇസ് ദ ജനറൽ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്ത് നോക്കിയാലോ. അപ്പം ഇത് നിങ്ങൾക്ക് ഉള്ളതാണ്, നിങ്ങൾ തന്നെ ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, അപ്പോൾ അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ആവും. അപ്പോൾ നമ്മൾ 0 to infinity ക്ലാസ്സസിൽ ഒത്തിരി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം, എന്തായാലും ചെയ്ത് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് നോക്കിയാൽ മതി. ഒത്തിരി ടൈപ്പ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. എന്താണ് റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോൺ ഹോമോജീനസ് ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. എന്താ ഈക്വൽ ടു കഴിഞ്ഞിട്ട് 0 ഉണ്ട് അല്ലെ, 0 അല്ല ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഹോമോജീനസ്. ഞാൻ ആ കഥകളൊന്നും എഴുതുന്നില്ല കേട്ടോ, നേരത്തെ ക്വസ്റ്റിനകത്ത് എല്ലാ കഥകളും വൃത്തിക്ക് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത്രയും സമയം എടുത്ത് ചെയ്തത്. അപ്പൊ ഇതിൽ കഥ ഒന്നും വേണ്ടല്ലോ, നമുക്ക് വേഗം വേഗം കാര്യം ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ an + 2 മൈനസ് 4an + 1 പ്ലസ് 3an = 0, അതായത് കറസ്പോണ്ടിങ് ഹോമോജീനസ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് നോൺ ഹോമോജീനസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഹോമോജീനസ് പാർട്ട് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒക്കെ മാർക്ക് ഉള്ളതാ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. എന്താ? r² - 4r + 3 = 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എന്താ? ആഡ് ചെയ്യുമ്പോൾ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് 1ഉം 3ഉം. ദെൻ ഇനി അടുത്ത കറസ്പോണ്ടിങ് ഹോമോജീനസ് സൊല്യൂഷൻ എഴുതുന്നു. എന്താ? ആൽഫ 1 × 1 raised to n പ്ലസ് ആൽഫ 2 × 3 raised to n. അപ്പൊ നമ്മുടെ ഹോമോജീനസ് സൊല്യൂഷൻ കിട്ടി. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് എവിടെ പോകണം? നമ്മുടെ f(n) എന്താ നോക്കണം. f(n) എന്ന് വെച്ചാൽ -200 ആണ്. എന്ന് വെച്ചാൽ ആരാ? കോൺസ്റ്റന്റ് അല്ലെ. നമ്മുടെ കോൺസ്റ്റന്റ് വന്നു. ഞാൻ പറഞ്ഞു k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് f(n) എന്ന് വരുന്നതെങ്കിൽ അല്ലെ, k വന്നാൽ എന്ത് കൊടുക്കണം?
വേറൊരു എ കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീണ്ടും y ആണല്ലോ വരുന്നത്, y അല്ല a ആണേ, അത് മാറിപ്പോവല്ലേ. an റൈസ് ടു p പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് സം a അല്ലെ, ഒരു കോൺസ്റ്റന്റ് മാത്രം കൊടുത്താൽ മതി. നിക്കവിടെ. ഇനി എന്ത് ചെയ്യണം, ഈ ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഹോമോജീനസ് സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനൊന്ന് റീറൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ റിലേഷൻ മനസ്സിലാവും. ആൽഫ 1 ഇൻറ്റു 1 റൈസ് 1ന്റെ എത്ര പവർ എടുത്താലും 1 തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ ഇത് ആൽഫ 1 അല്ലെ, നമ്മുടെ ഹോമോജീനസ് സൊല്യൂഷൻ വെച്ചാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 3 റൈസ് ടു n എന്നാ വരുന്നത്. നോക്കിക്കേടാ, ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്, നോക്കിക്കേ. ദേ ഇവിടെ നമ്മൾ ഗസ് ചെയ്ത് എഴുതിയ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റന്റ് a മാത്രമേ ഉള്ളൂ, ഇവിടെയും കോൺസ്റ്റന്റ് മാത്രമുള്ള ഒരു ടേം ഉണ്ട്. അപ്പൊ രണ്ടും സെയിം അല്ലേ, അപ്പൊ ഇങ്ങനെ a ഇട്ടാ ശരിയാവോ? ഇല്ല. അപ്പൊ ആ സിമിലാരിറ്റി മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു, ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മുടെ ഫൈനലി നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ എങ്ങനെയാ പറയാൻ പറ്റുക, an ആണ് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ അല്ലേ. അപ്പൊ an റൈസ് ടു p എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ഇൻറ്റു n ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇതില്ലെങ്കിൽ നമ്മൾ അവിടെ മാർക്ക് പോവും. എന്തുകൊണ്ട് n മൾട്ടിപ്ലൈ ചെയ്തു? ഹോമോജീനസും പെർട്ടിക്കുലറും തമ്മിൽ ഒരു റിലേഷൻ, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും, സിമിലർ ടേംസ് ഉണ്ടാകാൻ പാടില്ല. സിമിലർ ടേം വന്നു, കാരണം ഇവിടെയും കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ഇവിടെയും കോൺസ്റ്റന്റ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിമിലാരിറ്റി ഇല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല, ഓക്കെ ആണ്. സോ അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഒന്ന് എഴുതി വെക്കുവാണ്. അതായത് n എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ എന്താ, ഹോമോജീനസ് സൊല്യൂഷന്റെയും പെർട്ടിക്കുലർ സൊല്യൂഷന്റെ സം ആണ്. അതായത് ആൽഫ 1 പ്ലസ് ആൽഫ 2 3 റൈസ് ടു n പ്ലസ് an, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഇനി നമ്മുടെ ജോലി ആൽഫ 1 ആൽഫ 2 a ഇവരെ മൂന്നുപേരെയും കണ്ടുപിടിക്കുക. ആദ്യത്തെ ജോലി a നെ കണ്ടുപിടിക്കുക. a നെ കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതായത് an പ്ലസ് 2 മൈനസ് 4 an പ്ലസ് 1 പ്ലസ് 3 an ഈക്വൽ ടു മൈനസ് 200. ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി, ഇവരുടെ പവർ p കൊടുത്തു അല്ലെ, കംപ്ലീറ്റ് മാറ്റുന്നു. ഇനി an റൈസ് ടു p വന്നപ്പോൾ an അല്ലെ, ഇവിടെ n ആണെങ്കിൽ ഇവിടെ n വന്നു. അപ്പൊ ഇവിടെ a ഇൻറ്റു n പ്ലസ് 2 മൈനസ് 4 an പ്ലസ് 1ന്റെ എന്താ 4, ഒരു a ഇൻറ്റു n പ്ലസ് 1 പ്ലസ് അടുത്തത് 3 an ഇസ് ഈക്വൽ ടു മൈനസ് 200. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ജോലി എന്താ, ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. സിമിലർ ടേംസ് നോക്കിയിട്ട് അത് ഇക്വേറ്റ് ചെയ്ത് എടുക്കുക. അത് ഇക്വേറ്റ് ചെയ്യാൻ ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഭംഗിയാക്കണ്ടേ. അപ്പൊ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ an പ്ലസ് 2a മൈനസ് 4an, അടുത്തത് മൈനസ് 4a പ്ലസ് 3an ഇസ് ഈക്വൽ ടു മൈനസ് 200. ഇനി നമുക്ക് ഏത് ടേംസ് ഇക്വേറ്റ് ചെയ്യാം, ഇവിടെ കോൺസ്റ്റന്റ്, ഈ മൈനസ് 200 എന്ന കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് n ഇല്ലാത്ത ടേമുകളാണ് കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ടേം. അപ്പൊ n ഇല്ലാത്ത ടേം ഇവിടെ an ഉണ്ട്, ഇവിടെ n ഇല്ലാത്തതേ ഒരു ടേം ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഇല്ലാത്ത ടേം ഉണ്ട്, ഇവിടെ n ഉണ്ട്. അപ്പൊ n ഇല്ലാത്ത ടേമുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടേമുകൾ വരും, 2a, ഞാൻ റൗണ്ട് ചെയ്തേക്കുന്ന ടേമുകൾ അല്ലെ. 2a മൈനസ് 4a ഇസ് ഈക്വൽ ടു മൈനസ് 200. 2a മൈനസ് 4a എന്താ, മൈനസ് 2a ഇസ് ഈക്വൽ ടു മൈനസ് 200. രണ്ട് സൈഡും മൈനസ് ക്യാൻസൽ ആയി, 2 ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് a എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 100. അപ്പൊ നമ്മുടെ കോൺസ്റ്റന്റ് എന്താന്ന് കിട്ടി, 100 ആന്ന് കിട്ടി. അപ്പൊ a യുടെ വാല്യൂ 100 ആണ്. ഓക്കെ, therefore അങ്ങനെയാണെങ്കിൽ നമ്മുടെ an റൈസ് ടു p എന്ന് പറഞ്ഞാൽ എന്താ, 100 n എന്ന് പറയുന്നതാണ് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഒന്ന് മാറ്റി എഴുതിക്കേ. an is equal to എന്തായിരുന്നു, ആൽഫ 1 പ്ലസ് ആൽഫ 2 3 റൈസ് ടു n പ്ലസ് 100 n എന്ന് പറയുന്നതാണ് ജനറൽ സൊല്യൂഷൻ. തീർന്നില്ല, ഇനി എന്ത് ചെയ്യണം, ഈ ആൽഫ 1നെ ആൽഫ 2നെ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. എന്തൊക്കെയാ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്, a0 ഈക്വൽ ടു 3000 a1 is equal to 3300 അല്ലെ. a0 ഈക്വൽ ടു 300 a1 എന്താ 3300, 3000 അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തു നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്കും a0 എന്ന് വെച്ചാൽ n-ന് പകരം 0 കൊടുക്കാന്ന്. അപ്പൊ n വരുന്ന ടേമുകൾ പോകും അല്ലെ. n വരുന്ന ടേമുകളൊക്കെ പോയ അവസാനം ആകെ ഉള്ളത് ആൽഫ 1 എന്നാ അല്ലെ. ശരിയല്ലേ, ആൽഫ 1 മാത്രമല്ലേ ഉള്ളൂ. ആൽഫ 1 is equal to ഇവിടെ 3 ഉണ്ട് അല്ലെ. ഒന്നുകൂടെ മാറ്റി എഴുതാം നമുക്ക്. a0 ഈക്വൽ ടു 3000 എന്ന് പറയുമ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 3 റൈസ് ടു 0, അടുത്തത് കംപ്ലീറ്റ് 0 ആയി പോകും, ഈക്വൽ ടു 3000. ആൽഫ 1 പ്ലസ് 3 റൈസ് ടു 0 1 അല്ലേ. അപ്പൊ ആൽഫ 2 ഈസ് ഈക്വൽ ടു 3000. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അടുത്തത് a1 കൊടുത്താൽ n-ന് 1 കൊടുക്കുമ്പോൾ ആൽഫ 1 പ്ലസ് 3 ആൽഫ 2 പ്ലസ് 100 ഈസ് ഈക്വൽ ടു 3300.
അപ്പോൾ അവിടെ α1 പ്ലസ് 3 α2 ഈസ് ഈക്വൽ ടു 3200 എന്ന് വരും. ഇത് രണ്ട് സോൾവ് ചെയ്താൽ മതി അല്ലേ? ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? α1 പ്ലസ് 3 α2 ഈസ് ഈക്വൽ ടു 3200. ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്യുക അല്ലെ? 2 മൈനസ് 1 ചെയ്യുക അല്ലെ? രണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ α1 കട്ടായി. 3 α2 നിന്ന് 1 α2 മൈനസ് ചെയ്യുമ്പോൾ 2 α2. 3200 നിന്ന് 3000 മൈനസ് ചെയ്താൽ 200 അല്ലെ? അപ്പൊ α2 എന്ന് വെച്ചാൽ 100 ആണ് കിട്ടും. അപ്പൊ α2ന്റെ വാല്യൂ 100 ആ. അപ്പൊ α1 എന്തായിരിക്കും ഇവിടെ? α1 ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ α1ഉം α2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3000 ആ. അപ്പൊ അതിൽ α2 എന്ന് പറഞ്ഞാൽ 100 ആ. അപ്പൊ α1 എന്തായിരിക്കും? 3000 നിന്ന് 100 മൈനസ് ചെയ്താൽ അതായത് 2900 വരും. അപ്പൊ α1ന്റെ വാല്യൂ α2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എഴുതാം. ദാറ്റ് ഈസ് an is equal to 2900 plus 100 into 3 raised to n plus 100n. This is the answer. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ 3 മാർക്സിന് ഏതൊക്കെ ടൈപ്പ് വരുന്നു ഞാൻ പറഞ്ഞു, എസ്സേക്ക് എങ്ങനെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ എക്സാം സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലപോലെ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നതിന് എന്തുകൊണ്ടും നല്ലത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നമ്മുടെ സീറോ ടു ഇൻഫിനിറ്റി ആപ്പിൽ എല്ലാ ക്ലാസ്സസും എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും നമ്മൾ വീഡിയോ റിപ്പീറ്റഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.